സാറ് പറഞ്ഞത് ഈ ഹൈപ്പോക്സിയ ഉള്ളവർക്കെല്ലാം പ്രൊഫിലാക്റ്റിക് ആന്റികോഗുലേഷൻ കൊടുക്കണമെന്നായിരുന്നു സാർ ഉദ്ദേശിച്ചത്. സാർ അങ്ങനെയാണ്. അത് നേരത്തെ ഗൈഡ്ലൈനിലും അങ്ങനെ തന്നെയായിരുന്നു ഹൈപ്പോക്സിയ ഇൻഡിക്കേഷൻ. അല്ല, ഇപ്പൊ ഇഷ്യൂല് നമ്മളിപ്പം CSLTC അല്ലെങ്കിൽ CFLTC ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഹൈപ്പോക്സിയ ഡോക്യുമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു റെസ്ക്യൂ തെറാപ്പി പോലെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ കൊടുത്തു വിടേണ്ടതായിട്ടുണ്ടോ റെഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട്? സ്റ്റിറോയിഡ് കൊടുക്കുന്നതല്ല. ഓക്കെ, അപ്പൊ അവിടെ ഈ ഹൈപ്പോക്സിയ ഡോക്യുമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ വെച്ച് നമ്മൾ ഈ ആന്റികോഗുലേഷൻ ഒന്നും മുതിരേണ്ട ആവശ്യമില്ല. ആന്റികോഗുലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ സ്റ്റിറോയിഡ് കൊടുക്കണം, പറ്റുമെങ്കിൽ കൊടുക്കണം സ്റ്റിറോയിഡ്. കാരണം ആന്റികോഗുലേഷന്റെ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും. വന്നു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. സർ, താങ്ക് യു സർ. നമുക്ക് ഈ അമിനോഫിലിൻസ് ബീറ്റ-2 അഗണിസ്റ്റ് ഒക്കെ ഉണ്ട്, അതിന് എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ നമുക്ക് ഇന്റർസ്റ്റീഷ്യൽ ഇൻഫ്ലമേഷന് വേണ്ടിയിട്ട്? ഇല്ല, ഇന്റർസ്റ്റീഷ്യൽ ഇൻഫ്ലമേഷന് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അല്ലേ വേണ്ടത്. ഈ അമിനോഫിലിനും ഡെർഫിലിൻ അതൊന്നും തന്നെ, ഈവൻ സാൽബുട്ടമോൾ ഒന്നും തന്നെ ആക്ച്വലി ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അല്ലല്ലോ, ബ്രോങ്കോഡയലൈറ്റിസ് അല്ലേ. ഇത് നമ്മൾ പ്രിഫർ ചെയ്യാത്തതിന്റെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സബ്റ്റിൽ മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഡിസീസാണ് COVID-19. സോ അനാവശ്യമായിട്ട് നമ്മൾ ഒരു സിംപതോ മൈമറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നോക്കണം. സ്റ്റിറോയിഡ് ഈസ് എൻ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സ് നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ത് സിംറ്റം ആയിട്ട് നമ്മളിപ്പം ഓൺലൈനിൽ വരുമ്പോൾ എന്ത് സിംറ്റം ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ സ്റ്റിറോയിഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? അത് ദിവ്യ പറഞ്ഞാല് മീൻസ് ഒരു ഇതുണ്ട് വെച്ചാൽ നമ്മൾ പലർക്കും ഹോം കെയർ ഇരിക്കുന്നവർക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നേരത്തെ നമ്മൾ ആ കാണിച്ച പിരമിഡ് അനുസരിച്ച് അങ്ങനെ ഒരു പേഷ്യന്റ് നമുക്ക് ഹോം കെയറിൽ തിയററ്റിക്കലി ഇരിക്കാൻ പറ്റത്തില്ല. കേരളത്തില് ഈ തിയററ്റിക്കലി ഹോമിൽ ഇരിക്കുന്ന ആൾക്കാർ അസിംറ്റമാറ്റിക് ആണ്, അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആയിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വിടുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഹൈപ്പോക്സിക് ആയിട്ടുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വിടുമ്പോൾ ഓറൽ സ്റ്റിറോയിഡ്സ് ആയിട്ടായിരിക്കും വിടുന്നത്. അല്ലാതെ നമുക്ക് ഒരാളെ വീട്ടിൽ വെച്ച് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി കറന്റ് സിനാറിയോയിൽ നമ്മളെ ഗൈഡ് ലൈൻസ് വെച്ച് ആക്ച്വലി പറ്റത്തില്ല. ഇനി ഐശ്വര്യയുടെ ക്വസ്റ്റിനുള്ള ആൻസർ ആർക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൾസ് ഓക്സിമീറ്ററിൽ അവർ നോക്കുമ്പോൾ റെസ്റ്റിംഗിൽ 94% താഴെയാണ് സാച്ചുറേഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി യു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്. രണ്ടാമത്തത്, ഈ പേഷ്യന്റ് നമ്മൾ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ റെസ്റ്റിംഗിലുള്ള സാച്ചുറേഷൻ ഇസ് 98%. അപ്പൊ അദ്ദേഹം 6 മിനിറ്റ് നടന്നു കഴിഞ്ഞ് നോക്കുമ്പം ആ സാച്ചുറേഷൻ 95 ഉള്ളൂ, 3% ഫോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫോൾ വരുന്നത് എങ്ങനെയാണ്? ദർ ഇസ് എ ഡിമാൻഡ് സപ്ലൈ മിസ് മാച്ച് അല്ലേ. when the demand is increasing the supply is not occurring. Supply occurring reason interstitial inflammation ആയിട്ട് എടുക്കുക. That patient also will benefit from steroids. Third എന്ന് പറയുന്നത്, the patient is having persistent dry cough. ആ ഡ്രൈ കോഫ് എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ ഇൻഫ്ലമേഷന്റെ ആ ചുമയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വി നോ ദാറ്റ് ദീസ് പേഷ്യൻസ് ആർ ലൈക്ലി ടു പ്രോഗ്രസ്. അപ്പം അങ്ങനെയുള്ള പേഷ്യന്റ് നേരത്തെ നമ്മൾ ചിലപ്പോൾ ഓറൽ സ്റ്റിറോയിഡ്സ് ലോ ഡോസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ബട്ട് നൗ ബുഡിസോണൈഡ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫോർ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺലി ഹാവിംഗ് ഡ്രൈ കഫ് പെർസിസ്റ്റിംഗ് ആഫ്റ്റർ 5 days, യു സ്റ്റാർട്ട് ദ പേഷ്യന്റ് ഓൺ ബുഡിസോണൈഡ്. ആ ഡോസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 800 BD ആണ് ഡോസ്. ഓക്കെ. Fourth is actually the fever persisting for more than say 7 days or 8 days. That is inflammatory response in the fever. That is also an indication for steroids. But if the fever is persisting for say 8 days or so, home care advice cheyirudhu. Karna the inflammatory markers are likely to be pretty high and has to be hospitalized. Namukku oru veettile oru elderly person undu. That person is not willing to get admitted anywhere, and we need to give them some drug. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സ്റ്റെറോയിഡിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ഡ്രഗ് കൊടുക്കും? കാരണം വീട്ടിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന് ഡെക്സാമെഥസോൺ IV കൊടുക്കാനോ മീഥോപ്രെഡനിസോൺ കൊടുക്കാനോ പറ്റിയില്ലെങ്കിൽ യു ഗോ ഫോർ ഓറൽ മീഥോപ്രെഡനിസോൺ. നമ്മൾ ഈ 32 mg എന്ന് പറയുന്നത് 16 mg BD ഓഫ് മീഥോപ്രെഡനിസോൺ ഫോർ 7 to 10 days കൊടുക്കാം. അല്ലെങ്കിൽ വൈസ്ലോൺ 1 mg per kg, so 40 to 50 mg of വൈസ്ലോൺ ഡെയിലി ഫോർ അറൌണ്ട് 10 days കൊടുക്കാം. ഡെക്സാമെഥസോണിന്റെ പ്രശ്നം പറഞ്ഞാൽ 0.5 mg ടാബ്ലറ്റ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ 6 mg per day എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടാബ്ലറ്റ്സ് വരും. സോ അപ്പം മീഥോപ്രെഡനിസോൺ അല്ലെങ്കിൽ വൈസ്ലോൺ ടാബ്ലറ്റ്സ് ആണ് വീട്ടിൽ കൊടുക്കേണ്ടത്. അത് വി ഷുഡ് ടെൽ ദം ദാറ്റ് ദേ നീഡ് ടു ഗെറ്റ് അഡ്മിറ്റഡ് ആസ് പെർ ദ സ്റ്റേറ്റ് പോളിസി. ബട്ട് ഇഫ് ദേ ആർ സോ മച്ച് റിലക്റ്റന്റ് എന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ വീട്ടിൽ വെച്ച്. പോസ്റ്റ് കോവിഡും അതേമാതിരി ഡ്രൈ കഫ് പെർസിസ്റ്റ് ചെയ്ത്, അതായത് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷവും ആഫ്റ്റർ ആറ്റ് നെഗറ്റിവിറ്റിയും ഇതേ ഡ്രൈ കഫ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസസിലും നമുക്ക് ഈ ബിഡസനോയിഡ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം ഫ്രം അവർ എക്സ്പീരിയൻസ്.
ഈ സ്റ്റിറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ബെറ്റർ ആവും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റിറോയിഡിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആന്റിബോഡി റെസ്പോൺസുമായിട്ട് ഇത് ഇന്റർഫിയർ ചെയ്യുമെന്ന് നമുക്ക് റിയലി അറിയത്തില്ല. നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആന്റിബോഡീസ് അല്ലേ. അപ്പൊ ഈ ആന്റിബോഡി റെസ്പോൺസുമായിട്ട് സ്റ്റിറോയിഡിന്റെ മീൻസ് അൺസ്ക്രൂപ്ലെസ് യൂസ് ഹിൻഡർ ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സോ ട്രൈ ഇൻഹേൽ സ്റ്റിറോയിഡ്സ് ലൈക്ക് ബിഡിസോണൈഡ്. അതിൽ റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ you need to take an X-ray, a PFT or sometimes CT, and then only start steroids for post-COVID syndrome. Sir, അതേപോലെ inhaled steroid start ചെയ്യാൻ വേണ്ടി ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ല. ഓറൽ steroids മാത്രമേ ഉള്ളൂ ഇഷ്യൂ. സർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ മാം? ചോദിച്ചോളൂ. സർ 2-3 കേസസിൽ ഈ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ഡ്യൂറിങ് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അതില് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ അഡ്വൈസ് ചെയ്യാണോ ബെറ്റർ, അതോ ട്രാനക്സാമിക് ആസിഡ് കൊടുക്കണോ? 2-3 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ബേസിക്കലി വി വുഡ് ലൈക്ക് ദം ടു ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ. കാരണം ഇത് കുറച്ചൊരു കോംപ്ലക്സ് സിനാരിയോ അല്ലേ. നമുക്ക് വൈ ദ ബ്ലീഡിംഗ് ഒക്കെ നോക്കണം, ത്രോംബോസൈറ്റോപീനിയ ആണോ, INR ഇതാണോ നോക്കണം, ഡി ഡൈമർ നോക്കണം, ഇത്ര ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി കോവിഡ് മാനേജ്മെന്റിൽ ആന്റി കോഗുലേഷൻ ആണ് ആക്ച്വലി കൊടുക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ട്രാനക്സ് കൊടുത്തു കഴിഞ്ഞാൽ വെദർ ഇറ്റ് വിൽ പ്രൊമോട്ട് ത്രോംബോസിസ് എക്സെട്ര നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്താലും നമ്മൾ ട്രാനക്സ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ മാഡം. പക്ഷേ ബാക്കി എല്ലാം ബാക്കിയൊക്കെ റൂൾ ഔട്ട് ചെയ്ത ശേഷമേ കൊടുക്കത്തുള്ളൂ. കൊയാഗുലോപ്പതിയൊക്കെ ഉണ്ടാകാൻ പറ്റും കോവിഡിൽ. സർ ഈ എക്സസീവ് ഫെറ്റീഗ് എന്ന് പറഞ്ഞില്ലേ സർ, അതും ഐഡന്റിഫിക്കേഷൻ ഈ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് എത്ര മനസ്സിലാവും? ഈ 6 minute walk test അല്ലാണ്ട് നമുക്ക് വേറെ നമുക്ക് ഈ 6 minute walk test ഒക്കെ നമ്മൾ കേൾക്കാൻ നല്ലൊരു സുഖം ഉണ്ടെങ്കിലും നമ്മൾ ഈ 6 minute walk test ഒരു CKD പേഷ്യന്റ് ചെയ്യാൻ പറയോ? ഇല്ല. CLD പേഷ്യന്റ് എടുത്ത് പറയോ? ഇല്ല. വീട്ടിൽ കിടക്കുന്ന പാർക്കിൻസോൺസിന്റെ പറയോ? ഒന്നും പറയത്തില്ല. ഇവരല്ലേ മരിക്കുന്ന ആൾക്കാര്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഈ 6 minute walk test നമുക്ക് ഹെൽത്തി ആൾക്കാരിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള അവരുടെ ഈക്വലന്റ് ആണ് എക്സസീവ് ഫറ്റീഗിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒത്തിരി എൽഡർലി ഡെത്ത്സ് അല്ലെങ്കിൽ CKD ഡെത്ത്സ് ഒക്കെ അവരുടെ ഏക സിംറ്റം എന്ന് പറഞ്ഞാൽ എക്സസീവ് ഫറ്റീഗിബിലിറ്റി ആയിരുന്നു. വേറെ ഗൈഡ് ലൈൻസിലൊന്നും ഇങ്ങനെ ആക്ച്വലി പറയുന്നില്ല. ഇത് നമ്മൾ ഡെത്ത് ഓഡിറ്റി നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഈ എൽഡർലി ഡെത്ത്സും അല്ലെങ്കിൽ കോമോഡിറ്റി ഉള്ള പലരുടെയും ഡെത്ത്സിലും ആക്ച്വലി ഫീവറോ അല്ലെങ്കിൽ അവർക്ക് ഈ ഡിസ്നിയോ ഒന്നും അല്ല പറയുക. അവർ പറയുന്നത് എക്സസീവ് ഫറ്റീഗിബിലിറ്റി ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് സെൻസോറിയം എന്നാണ്. സോ വാട്ട് ഈസ് ദിസ് ഓൾട്ടറേഷൻ ഓഫ് സെൻസോറിയം? ദിസ് സെറിബ്രൽ ഹൈപ്പോക്സിയ. സോ വാട്ട് ഈസ് ദിസ് എക്സസീവ് ഫറ്റീഗിബിലിറ്റി? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെല്ലുലാർ ഹൈപ്പോക്സിയ ഓൾസോ. So hypoxia രണ്ട് markers ആണ് alteration sensorium, excessive fatigability. So we need to give very much attention to this. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ എക്സസീവ് ഫറ്റിഗിബിലിറ്റി ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പത്തെ നോർമൽസി ആയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ഹെൽത്തി ഇൻഡിവിജ്വൽസിനാണെങ്കിലോ ഒരുപാട് ഫറ്റിഗബിലിറ്റി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ഉണ്ട്. എല്ലാവർക്കും ഫറ്റിഗബിലിറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ എക്സസീവ് ഫറ്റിഗബിലിറ്റി നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് ആക്ച്വലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത്. ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഇതൊരു ഫങ്ഷണൽ സംഭവമാണ് ഈ ഫറ്റിഗബിലിറ്റി എന്ന് പറയുന്നതൊക്കെ തന്നെ. അപ്പൊ നമ്മള് ഒരു യങ്സ്റ്ററിനാണെങ്കിൽ നമുക്ക് 6 minute walk test ഒക്കെ ഉണ്ടല്ലോ. നമ്മള് ഇത് ഈ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലാണ് എക്സസീവ് ഫറ്റിഗബിലിറ്റി കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബെഡ് റിഡൻ പേഷ്യൻസ്, ദോസ് വിത്ത് കോമോഡിറ്റീസ് ഹു കനോട്ട് ഡു ദി 6 minute walk test എക്സെട്ര. എന്നാലും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തില് ഒരാൾ അമിതമായ ക്ഷീണം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് പേഷ്യന്റ് അത് വളരെ കൃത്യമായിട്ട് എടുത്തു പറയും കേട്ടോ. എനിക്ക് ഇന്നലെ വരെ പനിയൊന്നും ഇല്ലായിരുന്നു, അപ്പൊ ഇന്ന് തൊട്ട് നല്ല പനിയും ക്ഷീണവും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ വാട്സപ്പിൽ ആൾക്കാർ ഡൗട്ട്സ് ചോദിക്കുന്നു, ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ ഡൗട്ട്സ് ചോദിക്കുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് ഇന്നലെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരത് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 1-2 ചോദ്യങ്ങള് ചോദിച്ച് ചിലര് ഓവറായിട്ട് പറയുമായിരിക്കും. പക്ഷെ എനിവേ നമ്മൾ അതിനെ ഒന്ന് മുഖവിലേക്ക് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. കോവിഷീൽഡ് വാക്സിൻ എടുത്ത ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അതാണ് എക്സസീവ് ഫറ്റിഗബിലിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മളെ ഡെത്ത് ഓഡിറ്റില് ഈ മോർട്ടാലിറ്റി പ്രെഡിക്ടറില് ഏറ്റവും ഇമ്പോർട്ടന്റ് സിംറ്റം എന്ന് പറയുന്നത് എക്സസീവ് ഫറ്റിഗബിലിറ്റിയാണ്. ഡോക്ടർ മധു ആർസിസ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സാറിന്റെ ചോദ്യം ഞാൻ വായിക്കാൻ തുടങ്ങായിരുന്നു. സോറി. ഞാൻ സാറേ അരവിന്ദ് സാർ ചോദ്യം കുറച്ചൊരു ഞങ്ങളുടെ മാത്രം സ്പെസിഫിക് ചോദ്യം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ചാറ്റ് ബോക്സിലാണ്. അതായത് ഞങ്ങളുടെ ഒരുപാട് പേഷ്യൻസ് സിംറ്റമാറ്റിക് ആയിട്ട് അഡ്മിഷൻസ് വരുമ്പോൾ പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പം ക്യാൻസർ ആയതുകൊണ്ട് കാറ്റഗറി B ആണ്, അബ്സല്യൂട്ട്ലി അസിംറ്റമാറ്റിക് ആണ്. അപ്പൊ അവരെ ഞങ്ങൾ ഹോം ഐസൊലേഷൻ വിടാമോ? അങ്ങനെ ഹോം ഐസൊലേഷൻ വിടുവാണെന്നുണ്ടെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഐവർമെക്റ്റിനും ബിഡിസൈഡും ഞങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിടണോ, അതോ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ട പോളിസി എന്നുള്ളത്? കാറ്റഗറി B അസിംറ്റമാറ്റിക് കമ്മിങ് ഫോർ ഇലക്ടീവ് അഡ്മിഷൻസ്.
കാറ്റഗറി ബി അസിംറ്റമാറ്റിക് കമ്മിങ് ഫോർ എലക്റ്റീവ് അഡ്മിഷൻസ് അല്ലേ സാർ? ഓക്കെ. അപ്പൊ അതിന്റെ അകത്തൊരു പ്രശ്നം വെച്ചാൽ അത് കാറ്റഗറി ബി ആണെങ്കിലും നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യന്റ് നമ്മൾ ഒരു പ്രൊലോങ്ഡ് ഷെഡിങ് കാണുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ആ സിവിയർ ഡിസീസ് ഓർ ഡിസീസിന് ഇമ്മ്യൂണോ കോംപ്രമൈസിന് അവിടെ വച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ അകത്തൊരു പ്രശ്നം. അവർക്ക് 14th ഡേയിൽ നമുക്ക് റാറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഗ്രൂപ്പാണ് ഈ മാലിഗ്നൻസി. പക്ഷെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ സാറേ ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വെച്ച് വീട്ടിൽ വിട്ടിട്ട് പിന്നെ അവരെ മീൻസ് ഐസൊലേഷൻ പീരീഡ് കഴിയുന്ന സമയത്ത് ആൻജിൻ ചെയ്യാൻ പറഞ്ഞാലും മതി. ആ പീരീഡിൽ അവർക്ക് ഈ ഐവർമെക്റ്റിനും ബ്യൂട്ടിസിനൈഡും കൊടുത്തു വിടണമെന്നുള്ളതാണ് ഞങ്ങളുടെ. കുഴപ്പമില്ല, കൊടുത്തു വിടാൻ സാറേ, പ്രോബ്ലം ഒന്നുമില്ല. സർ ഡോക്ടർ നീന, ഹലോ സർ ഡോക്ടർ നീന. സർ ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പം പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ കാറ്റഗറി ബി പേഷ്യൻസ് തന്നെ കോമോർബിഡ് ഇൽനസ് ഉള്ള സിംറ്റമാറ്റിക് പേഷ്യൻസ് കുറച്ചുപേര് വീട്ടിലുണ്ട്. അറിയുന്ന കുറെ ആൾക്കാർ തന്നെ ഉണ്ട്. അവർ ഹോസ്പിറ്റലിൽ പോകാൻ വില്ലിങ് അല്ല, വലിയ പ്രശ്നങ്ങളില്ലാത്തവർ. അങ്ങനെയുള്ളവർക്ക് ഹോം ഐസൊലേഷൻ ഇരിക്കുന്നവർക്ക് ഐവർമെക്റ്റിനും ബ്യൂട്ടിസിനൈഡും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐവർമെക്റ്റിൻ സ്റ്റാർട്ട് ചെയ്യാമോ സർ വീട്ടില് ഓറലി? ഐവർമെക്റ്റിന് വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ. നമുക്ക് ഈവൻ HCQS വീട്ടിൽ വെച്ച് കൊടുക്കുന്നതിന് നമുക്ക് കുറച്ചത്ര പ്രശ്നമാണ്. കാരണം HCQS നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണെങ്കിൽ പോലും ഈ സബ്റ്റിൽ മയോകാർഡൈറ്റിസ് വല്ലതും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ HCQS വുഡ് ഹാവ് ബീൻ എ ഡേഞ്ചറസ് ഡ്രഗ്. പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ഐവർമെക്റ്റിൻ കൊണ്ടില്ല. ഐവർമെക്റ്റിൻ നമുക്ക് എല്ലാവർക്കും ഇത് വണ്ടർ ഡ്രഗ് ഒന്നും അല്ല ഐവർമെക്റ്റിൻ. ഓക്കെ, അപ്പൊ അത് ബേസിക്കലി കോമോർബിഡിറ്റീസ് ഉള്ള കാറ്റഗറി ബി പേഷ്യൻസിന് ഐവർമെക്റ്റിനും ബ്യൂട്ടിസോണൈഡും വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇഫ് ദേ ആർ നോട്ട് റെഡി ടു ഗെറ്റ് അഡ്മിറ്റഡ്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ അവർ റെഡ് ഫ്ലാഗ് സൈൻസ് അറിഞ്ഞിരിക്കണം. ഐഡിയലി ദേ ഷുഡ് ബി ഹാവിംഗ് എ പൾസ് ഓക്സിമീറ്റർ ഓൾസോ. ഒരു പൾസ് ഓക്സിമീറ്റർ ഇല്ലാത്ത ഒരാൾ ഹോം കെയറിൽ ഇരിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ, റിയലി ആണ്. One more sir. Sir, initial viremic phase ൽ നമുക്ക് if there is not much hypoxia, patient dry cough മാത്രമേ ഉള്ളൂ എങ്കിൽ can we start on steroids? ആക്ച്വലി ബ്യൂട്ടിസോണൈഡ് മതി. Oral steroids വേണ്ട? മതി, ഓറൽ സ്റ്റെറോയിഡ്സ് വേണ്ട. We can always try with budesonide to look at the response. Exertion desaturation ഇല്ല, മറ്റേ റെസ്റ്റിംഗ് desaturation ഇല്ലാതെ ഡ്രൈ കഫിന് വേണ്ടി മാത്രം സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണ്ട, budesonide മതി. നമ്മളിപ്പോ ഒരുപാട് ഡീകൺജസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ബെഡൊക്കെ കൂട്ടും എന്ന് പറഞ്ഞാലും നിലവിലുള്ള സ്ഥിതിയിൽ പേഷ്യൻസ് വിളിച്ചു ചോദിക്കുന്ന ഒരു ആശുപത്രിയിലും ബെഡില്ല. പേഷ്യൻസിനോട് അവിടെ നിന്ന് വരാൻ അവർ അനുവദിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഹോം ഐസൊലേഷനിൽ അല്ലെങ്കിൽ ഹോം ഗൃഹചികിത്സയിൽ ഇരിക്കുന്ന ഒരുപാട് പേര് അവരുടെ ഒരു വേഴ്സണിങ് അവർ തന്നെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെലിമെഡിസിനിലോട്ട് വിളിക്കാൻ പറഞ്ഞാൽ ഒരു ഇപ്പം അവർക്ക് ബെഡ് അടുത്ത് കിട്ടുന്നവരെ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നത് വരെ ഇവർക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി, കാരണം നമ്മള് മീൻസ് നമുക്ക് ഈ കോൾസ് ഫ്രം അക്രോസ് ദ കൺട്രി കിട്ടുന്നുണ്ടല്ലോ. അപ്പം അവരുടെ ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മള് മീൻസ് സ്റ്റിറോയിഡ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ മേ ബെനിഫിറ്റ് ഫ്രം ദാറ്റ് ഓൾസോ. കേരളത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഒരാൾക്ക് ഹോം കെയർ ഇരിക്കാനുള്ള ഓപ്ഷൻ റിയലി ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഡിസ്ചാർജ് പോളിസി വരുമെന്ന് ഒരു വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ്. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ എംപവേർഡ് ഹോം കെയറും വരുമായിരിക്കും, പേടിക്കണ്ട. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പൊ അങ്ങനെ ഒരാൾ വിളിക്കുകയാണ്, അവർക്ക് ബെഡ് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം. അത് പക്ഷേ അതിന് നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷൻ അനുസരിച്ചായിരിക്കണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ആന്റികോയാഗുലേഷനും വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതാണ്. അതും ആന്റികോയാഗുലേഷൻ ഹൈപ്പോക്സിയ ഡോക്യുമെന്റ് ചെയ്താൽ അത് എക്സർഷൻ ഡീസാച്ചുറേഷൻ പോരാ. റെസ്റ്റിംഗ് ഇതിൽ ഹൈപ്പോക്സിയ ഉണ്ടെങ്കിൽ ലെസ് ദാൻ 94% ആണെങ്കിൽ ആക്ച്വലി ആന്റികോയാഗുലേഷൻ വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ, ഒരു ഹൈപ്പോക്സിക് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടാത്തൊരു അവസ്ഥ ഇതുവരെ കേരളത്തിലില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആന്റികോയാഗുലേഷൻ വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിലെ സ്റ്റിറോയിഡ്സിന്റെ ഒരു പ്രയോറിറ്റി ആന്റികോയാഗുലൻസിന് ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ സ്റ്റിറോയിഡ്സ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഡ്രഗ് ആണ്. അതാണ് ഇറ്റ് വിൽ പ്രിവെന്റ് ദ പ്രോഗ്രഷൻ. ആന്റികോയാഗുലേഷൻ ക്യാൻ ആക്ച്വലി വെയിറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രാത്രി കിട്ടുന്നില്ല, നാളെ രാവിലെ കിട്ടിയാൽ അപ്പം കൊടുത്താലും മതി. പക്ഷെ സ്റ്റിറോയിഡ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഈ അവേക്ക് പ്രോണിങ് എപ്പോഴാണ് സാർ നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത്? ഹൈപ്പോക്സിയ ഉള്ളവർക്ക് അവേക്ക് പ്രോണിങ് ചെയ്യാൻ പറ്റും. അത് awake proning is very, very important. Home care ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു we have to do videos on awake proning. In the elderly patients who are reluctant to come to hospital etc. The most important aspect will be awake proning. കാരണം ഇതിന്റെ ബേസൽ സെഗ്മെന്റ്സിലോട്ട് അല്ലാതെ ഓക്സിജനേഷൻ എത്തത്തില്ല. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ സ്റ്റിറോയിഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് awake proning. Which day we should start oral steroids എന്നുള്ളതാണ്. അത് ഡേ ഡിപെൻഡന്റ് അല്ല. ഡേ ഡിപെൻഡന്റ് അല്ല. സർ ഡ്യൂറേഷനോ സർ എത്ര നാൾ?
സ്റ്റിറോയിഡ്സ് നമ്മൾ ഈ പ്രോട്ടോകോളിൽ 5 to 10 days ആണ് സ്റ്റിറോയിഡ്സ് പറയുന്നത്. പ്രോട്ടോകോളിൽ 5 to 10 days, യൂഷ്വലി ഒരു 7 to 10 days കൊടുക്കും. ബട്ട് അത് കഴിഞ്ഞ ശേഷം ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് എക്സെട്ര 2 to 3 weeks അല്ലെങ്കിൽ മന്ത്സ് കണ്ടിന്യൂ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ 10 days നമുക്ക് ഹൈപ്പോക്സിയ സെറ്റിൽ ചെയ്യുന്നില്ല, ഇപ്പൊ CT ആൻഡ് സിവിയറിറ്റി ഈസ് മോർ എക്സെട്ര, അപ്പൊ നമ്മൾ വി വിൽ മീൻസ് പുട്ട് ദം ഇൻ പൾമോളജി ഫോളോ അപ്പ്. അതനുസരിച്ച് മേ ബി വീക്സ് ഓഫ് സ്റ്റിറോയിഡ്സ് വേണ്ടി വരും. 7 to 10 എന്ന് പറയുന്നത് എല്ലാ പേഷ്യന്റിനും വേണ്ടിയുള്ളതല്ല. ആഫ്റ്റർ ദാറ്റ് വിൽ ഹാവ് ടു ഇൻഡിവിജ്വലൈസ്. ശരി സർ. മറ്റൊരു ചോദ്യം, ക്യാൻ ഫ്ലാവിപിയർ സ്റ്റാർട്ടഡ് അലോങ് വിത്ത് സ്റ്റിറോയിഡ്സ് ആൻഡ് വിച്ച് ഡേ? അതും ഈ പറഞ്ഞ പോലെ കാറ്റഗറി ആൻഡ് സിവിയറിറ്റി ഡിപെൻഡന്റ് ആണല്ലോ. അത് രണ്ട് ആസ്പെക്ട് ആണ്. ഒന്ന് ആന്റിവൈറൽസ് ഏർലി ആണ്, വൈറൽ റെപ്ലിക്കേഷന്റെ പീരീഡിലാണ്. നേരത്തെ പറഞ്ഞ പോലെ റെംഡെസിവിർ ആണെങ്കിൽ 10 days ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഫാവിപിറാവിർ ഒക്കെ തന്നെ വൈറൽ റെപ്ലിക്കേഷന്റെ സമയത്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതേസമയം സ്റ്റിറോയിഡ്സ് കുറച്ച് ലേറ്റർ ഇൻ ദ കോഴ്സ് ഓഫ് ഡിസീസ് ആണ്. നമ്മൾ യൂഷ്വലി ക്ലാസിക്കലി ഹൈപ്പോക്സിയ എക്സ്പെക്ട് ചെയ്യുന്ന ആഫ്റ്റർ day 7 ആണ്. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെയൊന്നും അല്ല കാണുന്നത്. day 3 ഒക്കെ തന്നെ ഹൈപ്പോക്സിയ കാണാറുണ്ട്. ചിലപ്പോൾ അത് ഇൻഡെക്സ് സിംറ്റം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില ഒരു മൈൽഡ് ഫെറ്റിഗബിലിറ്റി ചില ഒരാഴ്ചയായിട്ട് കാണുമായിരിക്കും, അത് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാലും സ്റ്റിറോയിഡ് ഫ്രം day 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രഗ് അല്ല. സ്റ്റിറോയിഡിന് ഡെഫിനറ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി റെസ്റ്റിംഗ് ഹൈപ്പോക്സിയ ഓർ എക്സെർഷണൽ ഡിസാച്ചുറേഷൻ. നീഡ് ഓഫ് പ്രൊഫൈലാക്റ്റിക് ആസ്പിരിൻ ഇൻ ഹൈ റിസ്ക് എൽഡർലി ഇൻ ഹോം ഐസൊലേഷൻ, ഡി-ഡൈമർ വാല്യൂ നീഡ് വേണോ എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഈ ആസ്പിരിൻ ഇപ്പൊ റിക്കവറി ട്രയലില് ക്ലോസ് ചെയ്തിട്ടില്ലാത്ത ഒരു ആം ആസ്പിരിൻ ആമാണ്. നമുക്ക് എവിഡൻസ് ഇല്ല. ബട്ട് ഈ ചോദ്യത്തിന്റെ പ്രസക്തിയും അറിയാം. പലരും ആഫ്റ്റർ ഡിസ്ചാർജ് MIയും സ്ട്രോക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. വി ആർ ഓൾസോ ബേസ്ഡ് ഓൺ അവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വി ആർ ഓൾസോ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ആസ്പിരിൻ, ബട്ട് ദർ ഇസ് നോ എവിഡൻസ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴ് ഈ ഡിസ്ചാർജ് ഈ ത്രോംബോപ്രൊഫൈലാക്സിസിൽ വി മേഡ് ആൻ ഇൻഡിക്കേഷൻ. ദറ്റ് ഈസ് you can say the post discharge thromboprophylaxis la the modified VT score less than 2 with D-dimer more than 2 ennoru category ku you can give aspirins not based on any evidence but just based on clinical experience. Athre ullu ana adile more than 2 and D-dimer this VT score more than 2 and D-dimer more than 2 anengil definitely we have to give rivaroxaban or apixaban. So if the D-dimer is more than 2 times the upper limit of normal and the VT score is less than 2, അങ്ങനെയുള്ളവർക്ക് ആസ്പിരിൻ കൊടുക്കാം. അല്ലാതെ എല്ലാവർക്കും ബ്ലാങ്കറ്റ് ആയിട്ട് ആസ്പിരിൻ കൊടുക്കാൻ യാതൊരു ഗൈഡ് ലൈനോ യാതൊരു എവിഡൻസോ ഇല്ല. സർ, പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ ആന്റിബയോട്ടിക്സിന്റെ റോൾ ഇല്ലല്ലോ എന്ന് വീണ്ടും എടുത്തു ചോദിക്കുന്നു. രണ്ടാമത് ഈ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞാൽ. ആന്റിബയോട്ടിക് മീൻസ് ആണല്ലോ. ഡെഫിനറ്റ്ലി അത് മീൻസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ കോവിഡ് പാൻഡമിക്കിന്റെ കൂടെ നമ്മൾ സൈലന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന വേറൊരു പാൻഡമിക് ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ ന്യൂമോണിയ, വി നോ ഇറ്റ്സ് വൈറൽ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ആൻ ആന്റിബയോട്ടിക് ഇൻ ഏർലി ഫേസ്? സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരിക്കലും ഒരു ആന്റിബയോട്ടിക് പ്രിവെന്റ് ചെയ്യത്തില്ല. നമ്മുടെ പ്രീവിയസ് ഗൈഡ് ലൈനിൽ അസ്ട്രോമൈസിൻ ഉണ്ടായിരുന്നത് ആന്റിബയോട്ടിക് ആയിട്ട് അല്ലായിരുന്നു. ഇറ്റ് വാസ് എൻ ഇമ്മ്യൂണോമോഡുലേറ്ററി ഡ്രഗ്. അസ്ട്രോമൈസിൻ വാസ് പുട്ട് ആസ് എൻ ഇമ്മ്യൂണോമോഡുലേറ്ററി ഏജന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് ബീൻ പ്രൂവൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ COVID-19. ഇപ്പൊ ആന്റിബയോട്ടിക് നമ്മൾ വേണ്ടെന്നല്ല പറയുന്നത്. ഈ COVID-19 ഉള്ള ആൾക്കാർക്ക് മേ ബി ഇൻ ദി സെക്കൻഡ് വീക്ക് ആൻഡ് ഓൾ ദ പേഷ്യന്റ് ഈസ് ഓൺ NIV ആൻഡ് ഓൾ സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ വരാൻ ചാൻസ് ഉണ്ട്. ഐഡന്റിഫൈ ദ ഓർഗാനിസം ആൻഡ് ട്രീറ്റ് ഇറ്റ് എന്നാണ്. കമ്പയർഡ് ടു ദ H1N1 ഇൻഫ്ലുവൻസ, ദ ചാൻസ് ഓഫ് സെക്കൻഡറി ന്യൂമോണിയ ഇൻ COVID-19 ഈസ് ആക്ച്വലി ലെസ്സർ കമ്പയർഡ് ടു ഇൻഫ്ലുവൻസ. ആദ്യം ഒരിക്കലും ആന്റിബയോട്ടിക്കിന് യാതൊരു റോളും ഇല്ല. സെക്കൻഡ് വീക്കിൽ ദാറ്റ് ഈസ് മേ ബി ആഫ്റ്റർ 10 days ആൻഡ് ഓൾ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ അനദർ തിങ് ദാറ്റ് വി ഹാവ് നോട്ടീസ് ദാറ്റ് is that patients on steroids അവരുടെ ടോട്ടൽ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അത് സ്റ്റിറോയിഡിന്റെ റോളാണ്. ദാറ്റ് ഈസ് ലിംബോസൈറ്റോപീനിയ ഉണ്ടായി, ന്യൂട്രോഫീലിയ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ. ആ ഫീവർ ഇല്ലാത്ത അങ്ങനെ പേഷ്യന്റ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ലൂക്കസ് should post-COVID patients awaiting major oncosurgery with multi-viscera excision lasting for 6 to 8 hours routinely undergo D-dimer estimation before surgery? ഹലോ, ഞാൻ ഉദ്ദേശിച്ചത് വിപ്പിൾ സർജറി പോലെ ഉള്ള മൾട്ടി വിസറ എക്സിഷൻ, മേജർ സർജറീസ് ഇൻവോൾവിംഗ് തൊറക്കോട്ടമി, ലാപ്രോട്ടമി, അങ്ങനത്തെ മേജർ സർജറീസ് 6 to 8 hours എടുക്കും പേഷ്യന്റിന്. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിന് ആസ് പാർട്ട് ഓഫ് അനസ്തീഷ്യ ഇവാലുവേഷൻ ഷുഡ് ബി ഡു D-dimer evaluation also routinely prior to surgery. Post-COVID patients. Post-COVID patients, alle madam. Okay. Actually, depends on when you are planning the surgery. Okay.
ആണ്. ആക്ച്വലി വിത്തിൻ 1 month ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നതല്ല. യൂഷ്വലി അതിലൊരു പ്രോബ്ലം ഉണ്ട് മാഡം. കാരണം ഈ മാലിഗ്നൻസി ഡൈമർ എന്ന് പറഞ്ഞാൽ വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പല മാലിഗ്നൻസിയുടെ പാർട്ടായിട്ടും ഒക്കെ തന്നെ ഡൈമർ എലിവേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പം ഡൈമർ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ആക്ഷൻ പ്ലാനും കൂടെ വേണം. എനിവേ ആഫ്റ്റർ സർജറി നമ്മൾ ഈ പ്രൊഫൈലാക്റ്റിക് ആന്റികോഗുലേഷൻ കൊടുക്കുന്ന പോളിസി ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ല. ഈവൻ ഇഫ് യു ഡോണ്ട് ഡു ഡൈമർ എസ്റ്റിമേഷൻ. അങ്ങനെ പോളിസി ഇല്ല എങ്കിൽ ഡൈമർ എസ്റ്റിമേഷൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഡൈമർ ഹൈ ആണെങ്കിൽ ബിക്കോസ് ഒരു പോസ്റ്റ് സർജറി പേഷ്യന്റിന് ഡെഫിനറ്റ്ലി എംബോളിസത്തിനുള്ള റിസ്ക് ഹയർ ആയിരിക്കും. മേ ബി ആഫ്റ്റർ 12 hours after surgery you have to start this prophylactic dose. You have to start anticoagulation if the D-dimer levels are elevated. Sir, one doubt. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി ഒരു ആന്റികോയാഗുലന്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ഡി ഡൈമറിന് എത്രയ്ക്ക് റോൾ ഉണ്ടാവും? പ്രൊഫൈലാക്റ്റിക് ആന്റികോയാഗുലന്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പ്രീ ഓഫ് ഡോസ് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡി ഡൈമറിന് റോൾ ഇല്ല. കാരണം ബേസ്ഡ് ഓൺ ഡി ഡൈമർ ഓൾസോ പ്രൊഫൈലാക്റ്റിക് മാത്രമേ കൊടുക്കാൻ ഇൻഡിക്കേഷൻ ഉള്ളൂ. ഒരു സംശയമാണ്. ഡോക്ടർ രാജേഷ് കോട്ടകൽ ആശുപത്രിയിൽ പറഞ്ഞോളൂ സർ. സാറേ, സാധാരണ ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോഴേ ചുമ വരെയും പിന്നീട് അതൊരു കൂടി പ്രോഗ്രസ് ചെയ്ത് വരെയും ചെയ്യുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം, ഒരു 10-12 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചോളം നമ്മൾ ആന്റിബയോട്ടിക്കും ബ്രോങ്കോഡൈലേറ്ററും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതല്ലേ വിത്ത് കോവിഡ് ഇൻഫെക്ഷനോട്? അല്ല, കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ കോസ് അറിയാമല്ലോ. വൈറൽ ന്യൂമോണിയ അല്ലേ? വൈറൽ ന്യൂമോണിയ അല്ലേ? അപ്പൊ ഇതെല്ലാം വൈറൽ ന്യൂമോണിയ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആന്റിബയോട്ടിക്കിന് ഒരിക്കലും സെക്കൻഡറി ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആന്റിബയോട്ടിക് നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെ ഈ കഫ് കൂടി വരുന്ന യെല്ലോയിഷ് എക്സ്പെക്ടറേഷൻ ആയി വരുന്ന ഒരു ഫീവർ വരുന്ന ഒരു ഡേ 7 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പ്രൂഡന്റ്. ഹോം കെയറിലുള്ള ആൾക്കാർക്ക് സ്റ്റിറോയിഡ് കൊടുക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഒക്കെ വേഴ്സൺ ആവില്ലേ? അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അത് തന്നെയാണ് നമ്മളുടെയും ആശങ്ക. ഡെഫിനറ്റ്ലി നമ്മൾ ഇതുവരെ സ്റ്റിറോയിഡ് വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറയാത്തതിന്റെ റീസൺ ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രോട്ടോകോളിൽ തന്നെ ഒരു ചാപ്റ്റർ ഡയബറ്റീസ് ഗ്ലൈസിമിക് കൺട്രോളിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ ദിവ്യ പറഞ്ഞ പോലെ ഒരു ഡയർ എമർജൻസിയിലാണ് റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് വെച്ചാണ് സ്റ്റിറോയിഡ് നമ്മൾ. ഫോർ എക്സാമ്പിൾ, എ പേഷ്യന്റ് ഈസ് സെയിങ് മൈ സാച്ചുറേഷൻ ഈസ് 92%. വീട്ടിലാണ്, ഹോസ്പിറ്റലൊന്നും ബെഡില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഡയബറ്റിക് കൺട്രോൾ ഒന്ന് കൂട്ടാൻ നോക്കിയിട്ട് അങ്ങ് മീൻസ് സ്റ്റിറോയിഡ് കൊടുക്കാൻ പറയുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രത്തോളം ഡ്രഗ്സിനെ പറ്റി പറഞ്ഞു. ഐവർമെക്റ്റിന് യാതൊരു എവിഡൻസും ഇല്ല, ഫൈബ്രവറിന് ഒരു എവിഡൻസും ഇല്ല, നമുക്ക് കൺവാലസൻ പ്ലാസ്മയ്ക്ക് ഒരു എവിഡൻസും ഇല്ല, റെംഡെസിവിർ ഇറ്റ് മേ ഷോർട്ട് ആൻഡ് ICU സ്റ്റേ ബൈ 3 days. എവിഡൻസ് ഉള്ള ഡ്രഗ് ഏത്? സ്റ്റിറോയിഡിന് മാത്രമാണ്. അപ്പൊ ആ സ്റ്റിറോയിഡ് ഒരു ഹൈപ്പോക്സിക് ഇൻഡിവിജ്വൽ ഹോമിലാണെങ്കിൽ പോലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിനൈഡ് ടു ദാറ്റ് പേഷ്യന്റ്. പക്ഷേ ഈ സാറ് പറഞ്ഞ പോലെ ഡയബറ്റീസ് കൺട്രോൾ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് നോക്കേണ്ടത്. അത് അത്ര എളുപ്പമല്ല. നമ്മൾ ICU കിടക്കുന്ന പേഷ്യന്റിന് ഡയബറ്റീസ് കൺട്രോള് ഇൻസുലിൻ ഇൻഫ്യൂഷൻ ഒക്കെ ഇട്ടിട്ട് തന്നെ ഇറ്റ്സ് ആക്ച്വലി വെരി വെരി ഡിഫിക്കൽട്ട് ഇൻ കോവിഡ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ കൊണ്ടുവന്നത്. Does oseltamivir has any role in COVID? Actually, till the diagnosis is confirmed, okay, oseltamivir കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. As a patient is coming with ILA like symptoms, category B ആണെങ്കിൽ oseltamivir സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് എപ്പോഴാണ് പറഞ്ഞത്? നേരത്തെ നമ്മുടെ ടേൺ അറൗണ്ട് ടൈം ഓഫ് RT-PCR used to be 48 hours. അപ്പോഴേ അതുവരെ oseltamivir കൊടുക്കാനാണ് പറയുന്നത്. Now we are having this antigen testing and we are getting this RT-PCR say within 6 hours or so. അപ്പൊ ഈ oseltamivirന് റോളില്ല എക്സെപ്റ്റ് ഇൻ പ്രഗ്നൻസി. ബിക്കോസ് ഇൻ പ്രഗ്നൻസി നമുക്കറിയാം ഇത് കഷ്ടകാലത്തിന് വല്ല H1N1 ആണെങ്കിൽ ഔട്ട്കം is going to be much worse. അവർ എക്സ്പീരിയൻസ് വിത്ത് COVID-19 പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നം ഇല്ല കേട്ടോ. ഇപ്പോഴാണ് കുറച്ചും കൂടെ സിക്കർ പേഷ്യൻസ് വന്നു തുടങ്ങിയത് ഈ വേവില്. അതേസമയം H1N1 ഇൻ പ്രഗ്നൻസി ഈസ് എ കില്ലർ, ദാറ്റ് ഓൾസോ വി നോ. സോ ഇൻ പ്രഗ്നൻസി നമുക്ക് ഇപ്പോഴേ കോവിഡ് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ. അതിന്റെ കഷ്ടകാലത്തിന് കൂടെ വല്ല H1N1 co-infection ഉണ്ടെങ്കിൽ ഇറ്റ് മേ ബി എ പ്രോബ്ലം. So high-grade fever with respiratory symptoms and all, oseltamivir in pregnancy may be justified since we are not ruling out H1N1. D-dimer value 1.56 ആണെങ്കിൽ റിപ്പീറ്റ് ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ ഷാനി ചോദിച്ചിരിക്കുന്നു. ആക്ച്വലി നമ്മൾ 48 hours ഇപ്പൊ അഡ്മിറ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ 40 to 72 hours D-dimer has to be repeated if the patient is hypoxic. Should we check PT-INR before anticoagulants post discharge of category C? Advice on use of breathing exercises and respirometer. For obese patients, they usually have a exertional dyspnea with a high fever. So, how to identify easy fatigability or walk test? Okay, ഈ നമ്മള് ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് INR ഡിസ്റ്റിങ്. നമ്മൾ ഈ എന്തുവാ ഈ ആന്റികോagulation APTT INR ആയിട്ട് വലിയ ബന്ധമില്ല എന്നാ പറയുന്നത്. ത്രോംബോസൈറ്റോപിനിയ 25,000 ആണ് കോൺട്രാ ഇൻഡിക്കേഷൻ, ഓർ യു ക്യാൻ സേ INR of 2 അങ്ങനെ വയ്ക്കാം. രണ്ടാമത്തെ മൊത്തം നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് ഗൈഡ് ലൈൻസിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ദോസ് പേഷ്യൻസ് വിത്ത് ഹൈപ്പോക്സിയ, CT severity index showing moderate severe pneumonia etc. definitely അവർക്ക്
പൾമണറി റീഹാബിലിറ്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവർക്ക് പൾസ് നേരത്തെ ഇൻസെന്റീവ് സ്പൈറോമെട്രി എക്സെട്ര എല്ലാം തന്നെ അവർക്ക് വേണ്ടി വരും. അത് നമ്മുടെ പോസ്റ്റ് കോവിഡ് ഗൈഡ് ലൈൻസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ മനുവിന്റെ വീഡിയോ നമ്മുടെ സ്റ്റേറ്റിന്റെ സൈറ്റിലും ഉണ്ട്. അതെല്ലാം അത് നമ്മുടെ പോസ്റ്റ് കോവിഡ് ഗൈഡ് ലൈൻസ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എ പേഷ്യന്റ് ICU വിത്ത് ഹൈപ്പോക്സീമിക് pulmonary rehabilitation is actually a very integral part of treatment. Some of the patients calling from other states said they are having brown colored sputum, unable to admit in hospital. Can we start steroids? Hemoptysis is not an indication for starting steroids. പക്ഷേ യൂഷ്വലി ഈ ഹീമോപ്റ്റൈസിസ് വരുന്ന പേഷ്യന്റ് ഹൈപ്പോക്സീമിയയും കാണും. അവരെ ഒന്ന് എക്സേർട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ they will develop this exertional desaturations. So that can be taken as an indication for steroids. Many prescriptions from outside has doxycycline on discharge. Is that indicated? ഡോക്സൈക്ലിൻ ഞാൻ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ന്യൂമോണിയയുടെ ഇൻഡിക്കേഷൻ ഇല്ലാതെ ഡോക്സൈക്ലിൻ കൊടുക്കേണ്ട കാര്യമില്ല. Then CT scan risk score, CT സ്കോറിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ കൊറാഡ് സ്കോറിംഗ് ഉണ്ട്, CT സിവിയറിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഈ കൊറാഡ് സ്കോറിംഗ് ആണ് നമ്മൾ 0 to 6 എന്ന് പറഞ്ഞ് അത് പ്രോബബിലിറ്റി ഓഫ് ബീങ് COVID-19 മാത്രമാണ്. അതായത് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് ഈ കാണുന്ന CT പിക്ചർ ഇത് കോവിഡിന്റെ ആണോ അല്ലേ എന്ന് പറയുന്നതാണ് കൊറാഡ് സ്കോറിംഗ്. കൊറാഡ് 3 ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ്, ഒരു 4 or 5 ഒക്കെ ആണെങ്കിൽ സോ യു ക്യാൻ സേ it is definitely COVID pneumonia. That is the CT findings are suggestive of COVID pneumonia. 6 എന്ന് പറഞ്ഞാൽ ഈ proven case ആണ്. That is a PCR proven case ആണ്. അപ്പം probability of this CT findings being that of COVID-19 ആണ് കൊറാഡ് സ്കോറിംഗ്. പക്ഷേ നമ്മുടെ സിവിയറിറ്റി പറയുന്ന CT സിവിയറിറ്റി ഇൻഡെക്സ് വെച്ചാണ്. നമ്മൾ ആക്ച്വലി ഇപ്രാവശ്യത്തെ നമ്മളെ ഗൈഡ് ലൈൻസിന്റെ അകത്ത് CT സിവിയറിറ്റി ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വ്യക്തമായിട്ട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. അതായത് 5 ലോബ് നമ്മൾ ഡിവൈഡ് ചെയ്യും, അതിനെല്ലാം തന്നെ പോയിന്റ് സിസ്റ്റം കൊടുക്കും. ആ പോയിന്റ്സ് കൂട്ടി വരുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 8 അങ്ങനെയാണെങ്കിൽ മൈൽഡ് സിവിയറിറ്റി എന്ന് പറയും. 9 to 15 ആണെങ്കിൽ വിൽ സേ ഇറ്റ് ഈസ് മോഡറേറ്റ് സിവിയർ ദിസ് തിങ്, ആൻഡ് മോർ ദാൻ 15 ആണെങ്കിൽ സിവിയർ ഡിസീസ് എന്ന് പറയും. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദാറ്റ് ഒക്കെ തന്നെ നമ്മൾ ആ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. റേഡിയോളജിസ്റ്റ് ഐ തിങ്ക് ചാപ്റ്റർ 3 ഓർ സംവെയർ. അല്ലാതെ നമ്മളിപ്പോ ഇതും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ തുടങ്ങിയ ചിലപ്പോ ഡൗട്ട്സിന് ഇപ്പൊ തന്നെ ഒരുപാട് ടൈം ആയി തോന്നുന്നു. അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഹു വാസ് ഓൺ ഡയറ്റ് കൺട്രോൾ നൗ ഓൺ കോൺട്രാക്റ്റഡ് കോവിഡ് ഓൺ ഹോം ഐസൊലേഷൻ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം. ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണം. ഡസ് വൈറ്റമിൻ C ടാബ്ലറ്റ്സ് ഹാവ് എനി അഡ്വാൻറ്റേജ് ഓൺ കോവിഡ്? ആക്ച്വലി ഒരു വൈറ്റമിൻസിനും ഒരു ബെനിഫിറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ നമ്മളുടെ ആൾക്ക് ഒരു കുഴപ്പമില്ല, സിംറ്റംസ് മാത്രം മോണിറ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല മലയാളീസ്. അപ്പൊ അവർക്ക് അസിത്രോമൈസിൻ കൊടുക്കുന്നതിനെക്കാട്ടി നല്ല വൈറ്റമിൻ C കൊടുക്കുന്നതായിരിക്കും. യൂഷ്വലി ഇപ്പൊ ലാസ്റ്റ് ഒരു 1 week എടുത്താൽ കൂടുതലും ഈ സഞ്ജീവനിയിലെ കോൾസ് വരുന്നത് ഏർലി മോർണിംഗ് ബ്രൗണിഷ് സ്പ്യൂട്ടം കണ്ടു എന്ന് പറഞ്ഞിട്ട് പാനിക് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് നമ്മൾ അതിനുശേഷമുള്ള സ്പ്യൂട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് ക്ലിയർ ആവുന്നുണ്ട്, പക്ഷെ വീണ്ടും അതുപോലത്തെ സിംറ്റംസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഹോം കെയർ തന്നെ മാനേജ് ചെയ്യണോ അതോ റെഫർ ചെയ്തിട്ട്? ആക്ച്വലി നമ്മൾ അങ്ങോട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഈ കഫത്തില് ഈ രക്തത്തിന്റെ അംശം ഉണ്ടെങ്കിൽ വിളിക്കണമെന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ IECയുടെ സക്സസ് ആണ് അത് കാണിക്കുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ അത് കറക്റ്റ് ഇതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഏർലി മോർണിംഗ് അല്ലാത്ത സമയത്തും ഇങ്ങനെ ബ്ലഡ് സ്ട്രീക്കിംഗ് ആണോ എന്ന് തന്നെ ചോദിക്കണം. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോം കെയർ വയ്ക്കാൻ പറ്റില്ല. ഡയബറ്റിക് ഡിസ്ലിപ്പിഡീമിയ ഉള്ളവര് എൽഡർലി 60 ഇയർ കഴിഞ്ഞ മെയിലില് SpO2 90 to 94 അങ്ങനെ നിൽക്കുക. ബാക്കി വേറെ സിംറ്റംസ് ഒന്നുമില്ല, ബാക്കി എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 90 to 94 ആക്ച്വലി ഉണ്ട് സാറേ, ആണ് മോഡറേറ്റ് സിവിയറിറ്റി ആയി ലെസ് ദാൻ 94% ആയതുകൊണ്ട്. അപ്പൊ അവർക്ക് അവരെ അഡ്മിറ്റ് ചെയ്യണമെന്ന് തന്നെ പറയണം. കാരണം ഇവരുടെ പെട്ടെന്നായിരിക്കും ഡീസാച്ചുറേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് 94 നിന്ന് ഒറ്റ അടിക്കായിരിക്കും 82 പോകുന്നത്. അപ്പം ഇവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറയുക. പിന്നെ ഒരു ഗ്രൂപ്പ് കാണും, ഇപ്പം ഒരു 75 വയസ്സ് പാർക്കിൻസോണിസം, ഹോസ്പിറ്റലിൽ വരാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് കിടത്തുമായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തില് ബെഡിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ അത്രത്തോളം അഗ്രസീവ് ആകില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരെ വീട്ടിൽ വെച്ച് തന്നെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം. അതിന്റെ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് ഓൾസോ നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ ഒരാഴ്ച ആകുമ്പോഴേക്കും വി വിൽ ബി ഫോഴ്സ്ഡ് ടു റിലീസ്. ഇന്ന് UK വേരിയന്റ് ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ UK വേരിയന്റ് ആണെങ്കിൽ അത് ഇൻഫെക്ടിവിറ്റി ഈസ് വെരി ഹൈ. അതുകൊണ്ട്
നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോ ഈ പിന്നെ SpO2 97, 98 ഉണ്ട്. പക്ഷെ പൾസ് റേറ്റ് മാത്രം ഒരു 104 അങ്ങനെ നിൽക്കുന്നുണ്ട്. വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല, ഡ്രൈ കഫ് മാത്രമേ ഉള്ളൂ. അത് ഹോം കെയർ മതിയല്ലോ സാറേ? എനിക്ക് തോന്നുന്നത് സാറേ ഈ സാൽബ്യൂട്ടമോൾ കഴിക്കുന്ന കുട്ടിയാണെന്ന് ചോദിക്കുന്നതായിരിക്കും ഇല്ല തോന്നുന്നു. കാരണം സാൽബ്യൂട്ടമോൾ കഴിക്കുന്ന അല്ലാതെ സാൽബ്യൂട്ടമോൾ ഇല്ലാതെ. സോറി, എനിക്ക് തീർച്ചയായും സാറിനോട് തന്നെ ആക്ച്വലി പീഡിയാട്രിക്സില് മീൻസ് പീഡിയാട്രിക്സ് കുറച്ചും കൂടെ ഇതായതുകൊണ്ട് ഒന്ന് കാണിച്ചിട്ട് ഹോം കെയർ വിടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ SITയില് സന്തോഷ് സാറ് മെജോറിറ്റി ആൾക്കാരെയും അസസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വിടാറാണ് പതിവ്. എനിക്ക് തോന്നുന്നു സാർ മിക്കവാറും പേര് ഈ കുട്ടികളെ ഈ പാരസെറ്റമോൾ ഓൾറെഡി കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഫീവർ ഉണ്ടോ എന്നുള്ളതാണല്ലോ സാറുടെ ഡൗട്ട് അല്ലേ? അതാണ് ഡൗട്ട് എന്ന് തോന്നുന്നു. ആക്ച്വലി പൾസ് റേറ്റ് കൂടുമ്പോഴത്തേക്ക് ഫീവർ ഇല്ലാതെ എന്തുകൊണ്ട് പൾസ് റേറ്റ് കൂടുന്നതാണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത്. ഈ ഫീവർ ഇല്ലാണ്ട് തന്നെ പൾസ് റേറ്റ് കൂടി നിൽക്കുന്നില്ലേ ഒരുപാട് പേർക്കും? ഉണ്ട് കൂടി, രണ്ടും ഉണ്ട് കേട്ടോ. ടാക്കികാർഡിയ ഉണ്ട്, ബ്രാഡികാർഡിയ ഉണ്ട്, രണ്ടും ഉണ്ട്. ടാക്കി ഈസ് ദേർ, ബ്രാഡി ഈസ് ഓൾസോ ദേർ ഇൻ COVID-19 ആണ്. അത് പക്ഷേ ഒരു ഗിഡിനെസ്സോ ഹൈപ്പോടെൻഷനോ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ പാർട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കേൾക്കുന്നുണ്ട് മേഡം, കേൾക്കുന്നുണ്ട്. സർ വൺ ലാസ്റ്റ് സ്റ്റെപ്പ്. സർ നമ്മളിപ്പോ ഹോം കെയറിൽ ഇരിക്കുന്ന പേഷ്യന്റ് ഇപ്പൊ ഞാൻ കാണുന്നത് ഇപ്പൊ അച്ചിരി വെൽ ഓഫ് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് CSLTC CFLTC പോകാൻ പറഞ്ഞ ഒരു വില്ലിംഗ് അല്ല. അപ്പൊ അവർക്ക് ഫെബ്രൈലാണ്, അതായത് കാറ്റഗറി B ആണ്, കോമോർബിഡ് ഇൽനെസ് ഉണ്ട്. എത്ര ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒന്നും ചെയ്യാതെ? ഇപ്പൊ പലയിടത്തും വീട്ടിൽ വന്ന് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് പോകുന്ന ലാബ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു 3-4 days വരെ ഫീവർ ക്യാൻ ബി റീഅഷ്യൂർ ദം, ഡീസാച്ചുറേഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ല എങ്കിൽ, അതർ സിംറ്റംസ് ഒന്നും ഇല്ല. ഇല്ല, ആക്ച്വലി നമ്മള് മീൻസ് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ആക്ച്വലി ഇത് ഒരു സെക്കൻഡ് വീക്കിലാണ് നമ്മൾ ഈ സൈറ്റോകൈൻ സ്റ്റോം വരിക, അതായത് ഡേ 7 ചേർന്ന് ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു 2 ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഡേ 4 ഒരു ടെസ്റ്റും ഡേ 7 ഒരു ടെസ്റ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡേ 4 നമ്മൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, ഡേ 7 CRP D ഡൈമർ മാത്രം ചെയ്യുക. ഈ ബ്രൗണിഷ് സ്പ്യൂട്ടത്തിന്റെ കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു സാർ നേരത്തെ ആൻസർ ചെയ്തതാണ്. നമുക്ക് ബ്രൗണിഷ് സ്പ്യൂട്ടം ഉണ്ടെന്ന് പേഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫറിന് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബെഡില്ല എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. പക്ഷെ എന്തായാലും റെഫറൻസ് ഈസ് എ മസ്റ്റ്. അത് എഴുതുകയും വേണം. ഈ സഞ്ജീവനി OPDയിലുള്ള എല്ലാവരോടും വീണ്ടും പറയുന്ന കാര്യം, ഇങ്ങനത്തെ എന്ത് കാര്യം റെഫറൻസ് വേണം എന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം ആ പേപ്പറിൽ. പക്ഷേ പേഷ്യന്റ് സെയിങ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ബെഡ്, അതുകൊണ്ട് ഫോർ ദ ആഫ്റ്റർ റീഅഷ്വറിംഗ് എന്നല്ല, പേഷ്യന്റിനോട് ഇതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പ്രിസ്ക്രൈബിംഗ് ഡ്രഗ്സ് ടിൽ ദേ റീച്ച് ദ ഹോസ്പിറ്റൽ എന്നൊന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്, നമ്മൾ ഈ ഹീമോപ്റ്റൈസിസ് ആണെങ്കിലേ ഈ പേഷ്യന്റിന് ഒരു സ്ട്രീക്കിംഗ് ആണെങ്കിലും അതൊരു ചിലപ്പോൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് പോലത്തെ സിംറ്റം ആയിരിക്കാം. അത് എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബ്രൗൺ കളർ അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എടുത്തെടുത്ത് ചോദിച്ചിട്ട് പിന്നെ ഇഫ് ദേ ആർ പെർസിസ്റ്റിംഗ് വിത്ത് ദ സിംറ്റം, അത് അവരെ വി ഷുഡ് എൻകറേജ് ദം ടു കം ടു ഹോസ്പിറ്റൽ. ഇനി ഇതില് വീണ്ടും വാട്ട് ഇസ് എ ഡ്രഗ് ഗിവൺ ടു സൈറ്റോകൈൻ സ്റ്റോം എന്നൊരു ചോദ്യവും കൂടെ വന്നിരിക്കുന്നു. പേരില്ല. സ്റ്റിറോയിഡ്സും ടോസിലിസ്മാബും ആണ്. നമുക്ക് if the patient is having an elevation of D dimer alone without hypoxia, അങ്ങനെയുള്ള കേസസിന് നമുക്ക് ഇത് ആന്റി കോയാഗുലേഷൻ വേണോ? അതാണ് ആക്ച്വലി ഒരു കോമൺ ഡൗട്ട് ആണ്. എന്ന് വെച്ചാൽ അത് യൂഷ്വലി ഹൈപ്പോക്സിയാണ് ഒരു ആന്റി കോയാഗുലേഷൻ ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത്. എന്നാലും ഡി ഡൈമർ മോർ ദാൻ ട്വൈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് നോർമൽ ആണെങ്കിൽ if the patient is hospitalized, we do give prophylactic anticoagulation. Okay, home ആണെങ്കിൽ ആക്ച്വലി വേണ്ടത് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ലല്ലോ. ഓക്കെ സർ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഡെക്സോണ കൊടുക്കുമ്പോൾ ലെസ് ദാൻ 5 days കൊടുക്കാൻ പാടുണ്ടോ? വൈറൽ റെപ്ലിക്കേഷന്റെ സമയത്ത് കൊടുക്കാൻ പാടുണ്ടോ? ആക്ച്വലി ഈ വൈറൽ റെപ്ലിക്കേഷന്റെ സമയത്ത് ഈ കൊടുത്തു കഴിഞ്ഞാൽ വൈറൽ റെപ്ലിക്കേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇപ്പം പലരും നമ്മൾ കാണുന്നതേ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ് ഫസ്റ്റ് 7 days വൈറൽ റെപ്ലിക്കേഷനും ഫ്രം ദ 8th day യു ആർ ഗോയിങ് ടു ഹാവ് ഹൈപ്പോക്സിയ ന്യൂമോണിയ. പക്ഷെ ഈ വേവിൽ നമ്മൾ കാണുന്നത് അതല്ല.
പേഷ്യൻസ് ഒരു തേർഡ് ഡേ തന്നെ ഹൈപ്പോക്സിയൊക്കെ ആയിട്ട് വരികയാണ്. സോ അങ്ങനെ ഹൈപ്പോക്സിയ ഹാസ് ടു ബി ടേക്കൻ ആസ് ദ ഇൻഡിക്കേഷൻ ഫോർ സ്റ്റാർട്ടിംഗ് സ്റ്റിറോയിഡ്സ്. ഈ ഓക്സിജൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു സർ. അതില് നമ്മൾ പറയുന്ന 3 ടൈപ്പ് ഉണ്ട്, ബി, ഡി, ഇ ആൻഡ് എച്ച് ഓക്സിജൻ സിലിണ്ടേഴ്സ്. അപ്പൊ ഇതിലെല്ലാം 200, 400 എന്ന് പറയുന്ന ലിറ്ററിലാണ്. പക്ഷെ ഞാൻ ആർമി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു സർ. അപ്പോ ഞങ്ങളെല്ലാം അവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്ന സാധനമാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് ഈ ഓക്സിജൻ തെറാപ്പിയിൽ വല്ല റോളും ഉണ്ട് സർ? അതെന്തുകൊണ്ടാണ് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിനെ പറ്റി എല്ലാവരും പറയാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഒരു എക്സ്പെർട്ട് അല്ല. അപ്പം ഐ തിങ്ക് ഒരു 1 സെഷൻ ഈസ് ബീങ് പ്ലാൻ ബൈ ഡോക്ടർ അനിൽ സത്യദാസ്. എനിക്ക് തോന്നുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ ഓക്സിജൻ തെറാപ്പിയിൽ. I will get him to clarify this out for you. Okay, sir. Sir, ആർമി ഹോസ്പിറ്റലിൽ ഇതായിരുന്നോ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ? ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആയിരുന്നു സർ യൂസ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാല് പറഞ്ഞോളൂ സർ, കേൾക്കുന്നുണ്ട്. ഞാൻ ഫീൽഡിലായിരുന്നു സർ. അവിടെ മെദി എന്ന് പറയുന്ന ഒരാള് ഫീൽഡിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന് വേണ്ടിയിട്ട് ആർമി റിക്വസ്റ്റ് പോയിരുന്നു. തിരുവനന്തപുരം മിലിറ്ററി ഹോസ്പിറ്റലിലും കണ്ണൂർ മിലിറ്ററി ഹോസ്പിറ്റലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സർ. അപ്പോ 2 ഹോസ്പിറ്റലിലും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അതിനെപ്പറ്റി മീൻസ് നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ നാഷണൽ ലെവലിൽ തന്നെ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അതും ഇതും തമ്മിലുള്ള കൺവേർഷൻ ഐ ആം നോട്ട് വെരി ഫെമിലിയർ വിത്ത്. സോ ഐ വിൽ ഗെറ്റ് അവർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ടു ക്ലാരിഫൈ ദാറ്റ് ഔട്ട്. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു സാർ. ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് ഓറൽ സ്റ്റിറോയിഡ് പ്രഗ്നൻസിയിൽ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ സ്റ്റിറോയിഡ്സ് നമ്മൾ ഈ ഹൈപ്പോക്സി ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി കൊടുക്കാറുള്ളൂ. ഹൈപ്പോക്സിയ ഇപ്പം റെസ്റ്റിൻ ഡീസാച്ചുറേഷൻ വെച്ചിട്ടാണ് സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നത്. പിന്നെ ഈ പ്രഗ്നൻസിയിൽ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ അസസ് ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇൻഡിക്കേഷൻ വരെ പറയുമ്പോൾ നമ്മൾ സാച്ചുറേഷൻ ലെസ് ദാൻ 94-ന് കൂടെ ഓർ റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 24 എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസിയിൽ മിക്ക ആൾക്കാർക്ക് റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 24 തന്നെ ആയിരിക്കാം. അപ്പൊ അത് കാരണം ഒരു ഇൻഡിക്കേഷൻ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എക്സ്റേയും കൂടെ ഷീൽഡ് ചെയ്ത് അങ്ങ് എടുക്കും. എക്സ്റേ എടുക്കുമ്പോൾ പലപ്പോഴും ഇൻഫിൽട്രേഷൻ കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ നമ്മൾ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് മറ്റവരെ പോലെ അത്ര പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിലും ഇൻഫിൽട്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെസ്പിറേറ്ററി റേറ്റും കൂടുതലാണെങ്കിൽ വി ആക്ച്വലി സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ് ഇൻ പ്രഗ്നൻസി ഓൾസോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെലക്ഷൻ ഓഫ് സ്റ്റിറോയിഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 10 ഡേയ്സോ ഡെക്സാമെഥസോൺ ഒന്നും കയറി പ്രഗ്നൻസിയിൽ ആക്ച്വലി കൊടുക്കരുത്. കാരണം അത് ഇറ്റ് ക്യാൻ ലീഡ് ടു ഫീറ്റൽ അഡ്രിനൽ സപ്രഷൻ. That's very important. If you want to use Rexona for say fetal maturity, you use it for only say 48 hours and then switch over to methylprednisolone. അതുകൊണ്ടാണ് ഈ ഡൗട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ നമ്മൾ അവർ ഗൈഡ് ലൈൻസിൽ പ്രഗ്നൻസി ഒരു പേജ് വി ഹാവ് സെറ്റ് അപ്പാർട്ട് ഫോർ പ്രഗ്നൻസി ബിക്കോസ് ഇതൊന്നും തന്നെ ഒരു ഗൈഡ് ലൈനിലും പറയുന്നില്ല. സോ വി ഗോട്ട് ഇറ്റ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ലൈക്ക് RCOG ഗൈഡ് ലൈൻസ്, US ഗൈഡ് ലൈൻസ് ആൻഡ് ഓൾ, ആൻഡ് ദെൻ കമ്പൈൽഡ് ഇറ്റ് ടുഗദർ. നമ്മുടെ പ്രോട്ടോകോളിലുണ്ട് ഇപ്പോൾ പ്രഗ്നൻസി വാട്ട് ടു ഡു എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോസ്റ്റ് കോവിഡ് ഇതിൽ ത്രോംബോ എംബോളിസം ഉണ്ടാവാവുന്നുണ്ട്, നമുക്ക് ആന്റികോഗുലന്റ് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതില് നമ്മൾ ഡൈമറിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഡൈമർ നമ്മൾ അങ്ങനെ എല്ലാ പേഷ്യന്റിനും ഇത്ര ദിവസം കഴിഞ്ഞ് ചെയ്യണമെന്നുണ്ടോ, അല്ല ഡ്യൂറിങ് ദ ഇൻഫെക്ഷന്റെ കാര്യമാണോ ഈ ഡൈമർ? ആക്ച്വലി ഇല്ല കേട്ടോ സാർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലൈസ് പേഷ്യന്റിനെ നേരത്തെ ഇപ്പോഴത്തെ സിനാറിയോയിൽ ഈ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും ഹോസ്പിറ്റലൈസ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ മോഡിഫൈഡ് VT സ്കോറിൽ 2 കമ്പണൻസ് ഉണ്ട്. അല്ല ഒരു കമ്പണന്റ് മാത്രമേ ഡൈമർ വരുന്നുള്ളൂ. മറ്റേ കമ്പണന്റ് എന്ന് പറയുന്നത് ഈ സ്കോർ മോർ ദാൻ 4. അപ്പൊ അതിൽ നമുക്ക് ഒരിക്കലും ഡൈമർ വേണ്ട. മോഡിഫൈഡ് VT സ്കോർ മോർ ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ടെങ്കിൽ അവർക്ക് പോസ്റ്റ് ഡിസ്ചാർജ് ത്രോംബോ പ്രൊഫൈലാക്സിസ് വേണം. അതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ മോഡിഫൈഡ് VT സ്കോർ മോർ ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് ഡൈമർ മോർ ദാൻ 2 ടൈംസ് ദ അപ്പർ ലിമിറ്റ്. അതിൽ മാത്രമേ ഡൈമർ വരുന്നുള്ളൂ. അതും പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ VT സ്കോർ ലെസ് ദാൻ 2 പിന്നെ ഡൈമർ മോർ ദാൻ 2 ടൈംസ് എലിവേഷൻ. But D-dimer is actually not mandatory. പിന്നെ കുറച്ച് കഴിയുമ്പോഴും നമുക്ക് മീൻസ് അവരോൺ ഡിസിഷൻസ് എടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസിന് ഹൈപ്പോക്സി ഉണ്ടായിരുന്നെങ്കിൽ പ്രോബ്ലി ദേ മൈറ്റ് ബെനിഫിറ്റ് ഫ്രം സേ 2 to 3 weeks ഓഫ് ആന്റികോഗുലേഷൻ. അതിലിപ്പോൾ റിവാക്സബാൻ അപ്പിക്സിബാൻ തന്നെ വേണോ, ആസ്പിരിൻ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. റിക്കവറി ട്രയലിന് ആസ്പിരിൻ ആം ഈസ് ഗോയിങ് ഓൺ. അപ്പം റിവാക്സബാൻ അപ്പിക്സിബാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ആസ്പിരിൻ കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഇനിയുള്ള സാഹചര്യത്തിൽ. കാരണം നമുക്ക് നേരത്തെ പോലെ എല്ലാവരും ഈ 10 ദിവസം ഹോസ്പിറ്റലിൽ വയ്ക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ല. സോ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആസ്പിരിൻ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ് നോ വൺ ഈസ് ഗോയിങ് ടു ബ്ലെയിം us.
വേറൊരു സംശയം, ഇത് കുറച്ച് ഡിലേഡ് ആയിട്ട് വരാമല്ലോ, അപ്പൊ പിന്നീട് ഡൈമർ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ? ആക്ച്വലി അതിന് എവിഡൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാല് ഐ തിങ്ക് മീൻസ് റാദർ ദാൻ ഗോയിങ് ബൈ എ ഡൈമർ വാല്യൂ, നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി ഒരു അസസ്, അതാണ് ഈ മോഡിഫൈഡ് VT സ്കോർ എന്ന് പറഞ്ഞാൽ. അതിൽ വാല്യൂ അല്ല, അതിൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ് കിടക്കുന്നത്. പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് വീനസ് ത്രോംബോഎംബോളിസം, ഏജ് അബോവ് 60, മാലിഗ്നൻസി, ട്രീറ്റ്മെന്റ്, അത്തരം കാര്യങ്ങളൊക്കെ ആ ഫാക്ടേഴ്സ് അത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ 2 to 3 വീക്സ് പറഞ്ഞല്ലോ, അത് നമുക്ക് വി ഡോണ്ട് നോ കേട്ടോ, അത്രയും മതിയോ, മീൻസ് ഷുഡ് ഇറ്റ് ബി ഗിവൻ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, ദോസ് തിങ്സ് ആക്ച്വലി വി ഡോണ്ട് നോ. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ടാണ് പറയുന്നത് 2 to 3 വീക്സ് അല്ലെങ്കിൽ 3 to 4 വീക്സ് എന്നുള്ളത്. അപ്പം ചില പേഷ്യൻസിനൊക്കെ ഡൈമർ ഒക്കെ മീൻസ് ഇറ്റ് ഈസ് റിമൈനിങ് എലിവേറ്റഡ്, സേ മേ ബി ഈവൻ ആഫ്റ്റർ 2 to 3 months is remaining elevated. സോ അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് അറിയില്ല. കാരണം ഇതും ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറും കൂടെയാണ് ഡൈമർ. സോ സർട്ടൻ കേസസ് വി ഹാവ് ടു ഇൻഡിവിജ്വലൈസ്, അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു സർ. സാർ, ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് മീഥൈൽപ്രെഡിന്റെ ഡോസ് ആണ്. ഹൈ ഡോസ് മീഥൈൽപ്രെഡ് 120 mg 3 times ഡെയിലി ഇഫക്റ്റീവ് ആണോ? വേറൊന്ന്, മീഥൈൽപ്രെഡ് ആണോ സുപ്പീരിയർ ടു ഡെക്സ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഫസ്റ്റ്. അതായത് ഈസ് മീഥൈൽപ്രെഡ് സുപ്പീരിയർ ടു ഡെക്സ? ആക്ച്വലി വി ഡോണ്ട് നോ, കാരണം ഈ ഒരു ട്രയലും ഹെഡ് ടു ഹെഡ് ഡെക്സ വേഴ്സസ് മീഥൈൽപ്രെഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതില് പിന്നെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത് റിക്കവറി ട്രയലിൽ ഡെക്സാമെഥസോൺ യൂസ് ചെയ്യാനും പ്രത്യേക റീസൺ ഒന്നും ഇല്ലായിരുന്നു. അതിൽ ഡെക്സാമെഥസോൺ യൂസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ഗൈഡ് ലൈൻസിലും ഡെക്സാമെഥസോൺ ബിക്കേം ദ സ്റ്റിറോയിഡ് ഓഫ് ചോയ്സ്. എന്നിട്ട് അതിന്റെ ഇക്വലന്റ് ഡോസ് ഓഫ് മീഥൈൽപ്രെഡനിസോൺ യൂസ് ചെയ്യാനാണ് എല്ലാത്തിലും പറയുന്നത്. അപ്പൊ ഇതില് മീഥൈൽപ്രെഡനിസോൺ ഈസ് മോർ സ്പെസിഫിക്, ദ അഫിനിറ്റി ഫോർ ദ ലങ് ഈസ് മോർ എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇന്റർചേഞ്ചബിൾ ആയിട്ട് ചെയ്യേണ്ട ഡ്രഗ്സ് തന്നെയാണ് ഇത്. കാരണം എല്ലാ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസിലും ഡെക്സയാണ് പറയുന്നത്. ഡെക്സ കിട്ടുന്നില്ലെങ്കിൽ ഇന്റർചേഞ്ചബിളി മീൻസ് ആൻഡ് ഇക്വലന്റ് ഡോസ് ഓഫ് മീഥൈൽപ്രെഡനിസോൺ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇൻ അവർ എക്സ്പീരിയൻസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ, മീഥൈൽപ്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡെക്സാമെഥസോൺ. ദ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ് റിഗാർഡിംഗ് ദ ഡോസ് ഓഫ് മീഥൈൽപ്രെഡനിസോൺ. അപ്പൊ അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരുന്നത് ഈ ഡെക്സയുടെ ഇക്വലന്റ് ഡോസ് അല്ല ഇന്ത്യൻ ഗൈഡ് ലൈൻസിൽ കിടക്കുന്നത്, അല്ലേ? അപ്പം ഡെക്സ 0.1 to 0.2 ആണ് ഫോർ മോഡറേറ്റ് ഡിസീസ്, ഓർ 0.2 to 0.4 ആണ് സിവിയർ ഡിസീസ്. മീഥൈൽപ്രെഡനിസോൺ 0.5 to 1 mg per kg per day for moderate, 1 to 2 mg per kg. That is ഒരു 60 mg BD പോലെയൊക്കെ വരത്തുള്ളൂ മാക്സിമം സിവിയർ ഡിസീസിൽ പോലും. ബട്ട് വാട്ട് വി ഹാവ് സീൻ ഈസ് ദാറ്റ് ഈ 60 mg BD വെച്ചിട്ടും ചിലപ്പോൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറഞ്ഞു വരത്തില്ല, ഓക്സിനേഷൻ ഈസ് നോട്ട് ഇംപ്രൂവിങ്. അങ്ങനെ ഒരു സിനാറിയോയിലാണ് നമ്മൾ വി ആക്ച്വലി ഗോ ഫോർ എസ്കലേറ്റഡ് ഡോസിങ്, സേ 125 mg 8th hourly, ചിലപ്പോൾ 250 mg 8th hourly. അതൊന്നും നമുക്ക് ഗൈഡ് ലൈനിൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇൻഡിവിജ്വലൈസേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ തെറാപ്യൂട്ടിക് റെസ്പോൺസ്. അങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ കൂട്ടുന്ന പേഷ്യൻസിലാണോ ഈ മ്യൂക്കർമൈക്കോസിസ് ഒക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വി കാൺ സേ ദാറ്റ്, ബിക്കോസ് ഇന്ത്യയാണ് മ്യൂക്കർമൈക്കോസിന്റെ ക്യാപിറ്റൽ. അപ്പം ഹൈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അവിടെയാണ് ഇപ്പം സ്റ്റിറോയിഡിന് റെസ്പോൺസ് ഇല്ലെങ്കിൽ വി നീഡ് ടു ആഡ് ദ സെക്കൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ലൈക്ക് സെറ്റോസിലിസ്മാബ് അല്ലെങ്കിൽ ബാരസിറ്റിനിബ് എന്നൊക്കെ പറയും, ടൊഫാസിറ്റിനിബ്, ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ബേസിക്കലി നമുക്ക് അതിന്റെയൊക്കെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് വാട്ട് വി യൂഷ്വലി ഡു ഈസ് ദാറ്റ് 48 hours we are not getting the adequate response with the protocolized dose of methylprednisolone, we actually escalate the dose of methylprednisolone or dexamethasone. ഇപ്പൊ പല ഇന്റർനാഷണൽ ഗൈഡ് ലൈനിൽ പ്രഗ്നൻസി ലാക്ടേഷൻ്റെ ഒക്കെ വാക്സിനേഷൻ അലൗഡ് ആണെന്ന് പറയുന്നു. അതേപോലെ ഈ അലർജിയുടെ കാര്യത്തിൽ അപ്പൊ അതിലിപ്പോ ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ ഗൈഡ് ലൈൻസിൽ അത് പാടില്ല, കോൺട്രാഇൻഡിക്കേറ്റഡ്. ആക്ച്വലി ഇതിന്റെ പാർട്ട് 2 കേരളത്തിന് മാത്രമാണ് ബാധകം. കാരണം ഈ ജാനുവരി വന്ന ഗൈഡ് ലൈൻസ് ആണ്, സെൻട്രൽ ഗൈഡ് ലൈൻസ്. അതിലാണ് ഈ വ്യക്തമായിട്ട് കോൺട്രാഇൻഡിക്കേഷൻ, പ്രഗ്നൻസി, ലാക്ടേഷനും ഓൾ സോർട്സ് ഓഫ് അലർജി ആണ്. ഇത് ഫുഡ് അലർജി, ഡൈ അലർജി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ടോട്ടലി അബ്സേർഡ് ആണ് വിത്ത് റിഗാർഡ് ടു ദിസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇതെല്ലാം ടോട്ടലി അബ്സേർഡ് ആണ്. കാരണം ഈ സെയിം വാക്സിൻ, ഈ കോവിഷീൽഡ് ഈ ഫോറിൻ കൺട്രീസ് യൂസ് ചെയ്യുമ്പോൾ ഈ കോൺട്രാഇൻഡിക്കേഷൻ ഇല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള സ്റ്റേറ്റ്സുകാർക്കൊന്നും ഈ ഗൈഡ് ലൈൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഗൈഡ് ലൈൻ അറിയാം. അപ്പം നമ്മൾ ഇനി ഒരാൾക്ക് ഈ വാക്സിൻ കൊടുത്തു, ഈ ഡെവലപ്സ് ആനാഫൈലാക്സിസ്, ആൻഡ് ദെൻ അയാൾക്ക് കഷ്ടകാലത്തിന് ഒരു പൈനാപ്പിൾ അലർജി ഉണ്ടായിരുന്നു, ഈ ഗോസ് നമ്മളെ സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡോക്ടർ വിൽ ബിക്കം റെസ്പോൺസിബിൾ. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻ കൊടുക്കരുതെന്ന് എഴുതി വെച്ചിരിക്കണം. ദിസ് ഇസ് എ പ്രോബ്ലം. വാട്ട് വി ഡു ഈസ് റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് ഒക്കെ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ നേരത്തെ വേറെ എന്തെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. സോ ഈ പ്രീവിയസ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ആനാഫൈലാക്സിസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലോജിക്കൽ ടു ടേക്ക് ഇറ്റ് ആസ് എ കോൺട്രാഇൻഡിക്കേഷൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി സേഫർ ടു ഗീവ്, ബട്ട് ദെൻ വി ഷുഡ് ടെൽ ദം ദാറ്റ് ദ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് അത് കോൺട്രാഇൻഡിക്കേഷൻ ആണ് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് റിസ്ക് വേഴ്സ് ബെനിഫിറ്റ് കൊടുത്തെടുക്കുക.
That is one thing with regard to allergy. Second thing is with regard to lactation and pregnancy. ഇത് രണ്ടും ഫോറിൻ കൺട്രീസിൽ ഒരു കോൺട്രാഇൻഡിക്കേഷൻ ഉള്ള കാര്യം അല്ല. കാരണം ഇതൊന്നും തന്നെ ലൈവ് വൈറസ് അല്ല യൂസ് ചെയ്യുന്നത്. സോ mRNA വാക്സിൻ ആയാലും ശരി, വെക്ടർ ബേസ്ഡ് വാക്സിൻ ആയാലും, സോ ഇതൊന്നും തന്നെ ലൈവ് വൈറസ് അല്ല, സേഫ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഇത് കോൺട്രാഇൻഡിക്കേഷൻ ആണ്. അതൊരു വലിയ ഇഷ്യൂ ആണ്. കാരണം നമുക്ക് ഈ ഫസ്റ്റ് വേവിന്റെ സമയത്ത് വി ആർ ഓൾസോ നോട്ട് വെരി കൺസേൺഡ് അബൌട്ട് വാക്സിനേറ്റിംഗ് ദ പ്രഗ്നൻസി. ഇപ്പൊ തന്നെ പീഡിയാട്രിക്ക് നമുക്ക് വാക്സിൻ കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, കാരണം അവർക്ക് സിവിയർ ഡിസീസ് അല്ല വരും. അതുപോലെ തന്നെ ആയിരുന്നു പ്രഗ്നൻസി. നമുക്ക് ഐ തിങ്ക് അറൌണ്ട് 6 deaths ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഡ്യൂറിംഗ് ദാറ്റ് വേവ്. പക്ഷെ ഇപ്പോഴതല്ല അവസ്ഥ. നമ്മുടെ പ്രഗ്നൻസി ഒത്തിരി സിക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. സോ ആക്ച്വലി വി ആർ പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റീസ് ദാറ്റ് this is a priority. This pregnancy also they should be vaccinated. കാരണം ഈ pregnant ladies വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണത്. കാരണം പ്രഗ്നൻസിയിലെ ഹീമോഡൈനാമിക് ഓൾട്ടറേഷൻസോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഔട്ട്കംസ് മേ നോട്ട് ബി pretty good. So I think that the pregnancy vaccine കൊടുക്കണം. But unfortunately, as per the central government guidelines, it is a contraindication. We have to take it up from them, take it up with them. കോവിഷീൽഡ് ആയി ബന്ധപ്പെടുത്തിയിട്ട് ഈ ത്രോംബോസൈറ്റോപീനിയ വിത്ത് VITT, vaccine induced thrombosis with thrombocytopenia. അപ്പൊ കേരളത്തിൽ ഇപ്പോ 70% ഇപ്പൊ 1 crore ഇതൊക്കെ പറയുമ്പോൾ 70% നമ്മള് ഈ കോവിഷീൽഡ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് 30 yearsന് താഴെയുള്ള UK-ലൊക്കെ 30 years കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ കേസ് ലോഡ് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അത് നമ്മൾ കൂടുതൽ അവെയർ ആയിരിക്കണ്ടേ. ആ കേസസിന് ഇത് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും നമ്മളത് നടപടി എടുക്കേണ്ടി വരും. ആക്ച്വലി മീൻസ് ഇത് ഡിസ്കഷൻ വന്നതാണ്. അതായത് നമ്മളെ UK-ൽ ലെസ് ദാൻ 30 years, പിന്നെ പല യൂറോപ്യൻ കൺട്രീസിലും ലെസ് ദാൻ 55 years ഒക്കെ തന്നെ കോവിഷീൽഡ് ഈസ് നോട്ട് ബീങ് യൂസ്ഡ്. അവർ തന്നെ പറയുന്നത് ഇഫ് ദർ ഈസ് ആൾട്ടർനേറ്റീവ് വാക്സിൻ ഷുഡ് ബി യൂസ് എന്നുള്ളതാണ്. ബട്ട് ദെൻ അവർക്കെല്ലാം തന്നെ ആൾട്ടർനേറ്റീവ് വെരി ഗുഡ് വാക്സിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ആക്ച്വലി പറഞ്ഞത്. മാത്രമല്ല അതുകൊണ്ടുള്ള റിസ്ക്കും അവർ തന്നെ പറയുന്നുണ്ട്. ദ റിസ്ക് ഓഫ് VITT due to this Covishield is actually 1 in a million എന്നാ പറയുന്നത്. അപ്പം the risk of actually thrombosis following COVID-19 is actually 10 to 20 times higher than the risk due to vaccine. The second is actually ഇപ്പം നമ്മളുടെ വേറെ ഇപ്പം you are taking say oral contraceptives like that, അതിന്റെ thrombosis ആയിട്ടുള്ള റിസ്ക് വെച്ച് നോക്കുമ്പോഴും ഈ കോവിഷീൽഡിന് ശേഷമുള്ള ത്രോംബോസിനുള്ള റിസ്ക് is actually much lower. So in a real life scenario, the risk versus benefit analysis ചെയ്യുമ്പോൾ actually it will be more on the side of the benefit than the risk എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള അസസ്മെന്റ്. But having said that, if you do have access to a very good alternative vaccine, you can go for that എന്നുള്ളതാണ് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആക്ച്വലി പറയുന്നത്. But if you don't have a choice, it always be better to go for vaccination than think about VITT. അതിൽ നമ്മൾ അറിയേണ്ട കാര്യം VITT ഡയഗ്നോസ് ചെയ്യാൻ പഠിക്കുക. ഇത് ആർക്ക് VITT വരുമെന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് ഇപ്പൊ നേരത്തെ ത്രോംബോഫീലിയ ഉള്ള ആൾക്കാർക്കാണോ അല്ലെങ്കിൽ ത്രോംബോസൈറ്റോപീനിയ ഉള്ള ആൾക്കാർക്കാണോ അങ്ങനെയൊന്നും അല്ല. ആർക്ക് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർക്ക് വന്നാലും വി ഷുഡ് ബി ഏബിൾ ടു ഡയഗ്നോസ് ഇറ്റ്. ഇപ്പൊ ഈ വീനസ് സൈനസ് ത്രോംബോസിസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം UK-ൽ അറൌണ്ട് say they had around 70 cases out of 2 crore doses of vaccine administered. ഒരാൾ CVT ആയിട്ട് വന്നു കഴിഞ്ഞ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടെങ്കിൽ നമ്മളത് VITT ആണെന്ന് കണ്ടുപിടിക്കുകയും VITT ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റെയർ ഇവന്റ് ആൻഡ് വി ഷുഡ് നോട്ട് ബി മിസ്സിംഗ് ദാറ്റ്. അവയർനെസ് ഡോക്ടേഴ്സിന്റെ ഇടയിലാണ് വേണ്ടത്. പബ്ലിക്കിനിടയിൽ അവയർനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ വേവിൽ നിന്ന് രക്ഷപ്പെടാൻ വാക്സിനേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സോ വി ഹാവ് ടു ഗോ ഫോർ അഗ്രസീവ് വാക്സിനേഷൻ അലോങ് വിത്ത് containment measures. What Israel did, we have to do that. അപ്പോൾ അതിൽ ഈ സ്കെപ്റ്റിസിസത്തിന് വലിയ ഒരു റോളില്ല. ബട്ട് ദെൻ if you are actually giving a vaccination to all of them, all the people in say 18 to 45 age group, at least some of them might develop this complication, but then we should be equipped to diagnose this and treat it as such. എന്നുള്ളതേ പറയാൻ പറ്റത്തുള്ളൂ. So one doubt, sir. COVID-19 patients admitted with thrombocytopenia. അപ്പോൾ അവർക്ക് ഹെപ്പാരിൻ കട്ട് ഓഫ് വാല്യൂ ഹെപ്പാരിന്റെ കട്ട് ഓഫ് വാല്യൂ ആക്ച്വലി 25,000 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതുവരെ ഒന്നും അങ്ങനെ 25,000 മീൻസ് 30,000 ആൾക്കാർക്കൊന്നും ഹെപ്പാരിൻ അങ്ങനെ കൊടുക്കാറ് ഇല്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ബട്ട് ദെൻ വാട്ട് വി ഹാവ് സീൻ ഈസ് ദാറ്റ് ഇവർക്ക് സ്റ്റിറോയിഡിന് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ വരികയാണെങ്കിൽ പെട്ടെന്നായിട്ട് ഈ പ്ലേലെറ്റ് കൂടാറുണ്ട്. Early initiation of steroids is widely seen by general practitioners when they suspect COVID. Isn't that disastrous? എന്നാണ് ഒരു ചോദ്യം. സാർ ആൻസർ ചെയ്തോന്ന് അറിഞ്ഞൂടാ. അത് ആക്ച്വലി ആൻസർ ചെയ്തു. സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കറക്റ്റ് ടൈമും ഉണ്ട്, കറക്റ്റ് ഡോസും ഉണ്ട്, കറക്റ്റ് ഡ്യൂറേഷനും ഉണ്ട്. അപ്പം ഒരു ഏർലി വൈറൽ റെപ്ലിക്കേഷൻ ഉള്ള ഒരു പീരീഡിൽ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല ഇപ്പം ഇത് ഓൺ ഗോയിങ് കഫൊക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഹൈപ്പോക്സി ഇല്ലെങ്കിൽ
മെഡിസിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോയിക് ട്രയലും പ്രിൻസിപ്പൽ ട്രയലും അതാ പറയുന്നത്. എത്രയുള്ളൂ. Patient came in emergency department with MI and cardiac arrest, RAT negative, patient expired, no suspicion of COVID-19. Is TrueNAT compulsory? അത് മീൻസ് ഇപ്പം ബ്രോഡഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൂനാറ്റ് വേണം, എന്തായാലും വേണം. ഇഫ് യു ആർ ഹാവിംഗ് an alternative diagnosis, ഒന്ന് ഗ്യാസ്ട്രിക് ഡെത്ത് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. Is ivermectin indicated in children? If not, what is the treatment of category B in children? ആക്ച്വലി ചിൽഡ്രൻ ഒരു ട്രീറ്റ്മെന്റ് വേണ്ട എന്നാണ് സത്യം കേട്ടോ. Just observation is enough. Ivermectin drug as such is not contraindicated in children, but then it should not be used for treating COVID-19 in children. Best prophylactic dose for dose of rivaroxaban. 10 milligram OD for 2 to 3 weeks. Why mothers can't donate plasma? It is allowed in developed countries. ഇത് ഡൊണേഷന് മാറി നടക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. ഓക്കെ, ആക്ച്വലി മീൻസ് ഐ തിങ്ക് കൺവാലസെന്റ് പ്ലാസ്മ ഈസ് ഓൺ ദ വേ ഔട്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളുടെ ഗൈഡ് ലൈൻസ് പറയുന്ന പോലെ അല്ല. ഇപ്പൊ നമ്മളെ ബ്ലഡ് ബാങ്കിന് അവരുടേതായ ഹൂ ഷുഡ് ബി ദ ഡോണർ എന്ന് പറഞ്ഞ് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് മദേഴ്സ് ആർ കനോട്ട് ഡൊണേറ്റ്. കാരണം ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഈ കൺവാലസെന്റ് പ്ലാസ്മയുടെ ദ യൂസ് ഇസ് ഗോയിങ് ടു ബി, വി ആർ ആക്ച്വലി ബ്രിങ്ങിങ് ഡൗൺ. ഇപ്പം തന്നെ നമ്മൾ ഡോണറിൽ ടൈറ്റർ നോക്കിയിട്ടേ കൊടുക്കാവൂ, റെസിപ്പിയന്റിന്റെ ടൈറ്റർ ഇല്ലെങ്കിലേ കൊടുക്കാവൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദ യൂസ് വിൽ കം ഡൗൺ. ഓക്കെ, ഇപ്പൊ നാഷണൽ പോളിസിയിൽ ഇപ്പോഴും അത് ഓഫ് ലെവൽ യൂസ് ആയിട്ട് കിടക്കുന്നുണ്ടാണ് നമ്മൾ മാറ്റാത്തത്. അല്ല, ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി എ വണ്ടർ ഡ്രഗ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരു ഗ്രൂപ്പിന് ഇറ്റ് മൈറ്റ് വർക്ക്, ദാറ്റ് ഈസ് ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്. എൽഡർലി ക്യാൻ ഓൾസോ ബി ടേക്കൻ ആസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്. അപ്പൊ നമ്മുടെ ഫോറിൻ കൺട്രീസ് ഈ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കുന്നത് ആയിരിക്കാം ചിലപ്പോൾ കൺവാലസെന്റ് പ്ലാസ്മയുടെ റോളിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ് ഇൻഡിവിജ്വൽസ്. DMARD കഴിക്കുന്ന പേഷ്യന്റ് ഉണ്ടാവില്ല സർ, മെത്തോട്രെക്സേറ്റ്. അതെ അതെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇത് കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഡിമാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലാതെ വേറെ എന്തൊക്കെയാ കൊടുക്കുന്നത്? മെത്തോട്രെക്സേറ്റ് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, സ്റ്റോപ്പ് ചെയ്യാം. അത് ആക്ച്വലി ഇൻഡിവിജ്വലൈസ് ചെയ്യുന്ന ഇത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും നമുക്ക് ഈ ഡിസിഷൻ പ്രശ്നം വരുന്നില്ല. ഈ ഡിസിഷൻ പ്രശ്നം വരുന്ന പോസ്റ്റ് ട്രാൻസ്പ്ലാന്റിലാണ്. അപ്പോഴേ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഗ്രാഫ്റ്റ് പോകും. അവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മൾ മൈക്രോഫെനലൈറ്റ് മറ്റിലും ഈ ടാക്രോലിമസും ഉണ്ടെങ്കിൽ MMF സ്റ്റോപ്പ് ചെയ്ത് ടാക്ക് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നോക്കും. അല്ല, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും നമുക്ക് വലിയ ഇഷ്യൂ വരത്തില്ല. നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. Is molnupiravir being used in India? Any inputs? അതിലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡ്രഗ് ഇപ്പോഴും അവൈലബിൾ അല്ല. സെക്കൻഡ് ഡ്രഗ് ഇത് ഇന്റർഫെറോൺ, അതിനാണ് ഇപ്പോഴും അപ്രൂവലൊക്കെ DCGA വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദെൻ IDSA ഗൈഡ്ലൈൻസ് ക്ലിയർലി സേ ദാറ്റ് ഇന്റർഫെറോൺസ് ഡു നോട്ട് ഹാവ് എനി റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് COVID-19. അതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഇന്റർഫെറോൺസ് ആണ് ആക്ച്വലി ആന്റിവൈറൽ ഡിഫൻസ് മെക്കാനിസം. ഇന്റർഫെറോൺ ആണ്. അപ്പൊ തുടക്കം തൊട്ടേ നെബുലൈസ്ഡ് ഇന്റർഫെറോണിനൊക്കെ ഒത്തിരി റോള് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റഡീസിൽ അത് ആക്ച്വലി പ്രൂവൻ അല്ല. ഈ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഫാവിപിറാവിറിന്റെ ചേട്ടനായിട്ട് വരും. അപ്പൊ അത് US ഒക്കെ തന്നെ മീൻസ് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കൺവിൻസിങ് ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. What about low molecular weight heparin prophylaxis in thrombocytopenia? Is there any cut off? അതാണ് നേരത്തെ പറഞ്ഞത്. ആക്ച്വലി ഈ 25,000 ആണ് ഈ കട്ട് ഓഫ് എങ്കിലും ഒരു 30,000 ഉള്ള ഒരാൾക്ക് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ പ്രൊഫൈലാക്സിസ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മേ ബി എ ബിറ്റ് സ്കെപ്റ്റിക്കൽ. അപ്പം നമ്മൾ കറക്റ്റ് ഇൻഡിക്കേഷൻ നോക്കും. ഈ പേഷ്യന്റ് പ്രൊഫൈലാക്സിസിനുള്ള ഇപ്പം ഹൈപ്പോക്സീമിയ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് റിസ്ക് വേഴ്സ് ബെനിഫിറ്റിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുപോലെ റീനൽ ഫെയിലിയർ പേഷ്യൻസിന് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിന് ഇൻഡിക്കേഷൻ ഉണ്ടോ? ആക്ച്വലി OD ഡോസിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ക്രിയാറ്റിൻ ക്ലിയറൻസ് ലെസ് ദാൻ 30 കോൺട്രാൻഡിക്കേഷൻ എന്ന് പറഞ്ഞാലും OD ഡോസ് ഇസ് നോട്ട് എ മേജർ പ്രോബ്ലം. ബട്ട് ദെൻ യൂഷ്വലി വി യൂസ് ഹെപ്പാരിൻ 5,000 8,000. How long is Covishield effective, or after 2 doses when to repeat the vaccine? Any role of antibody level monitoring? ആക്ച്വലി കോവിഷീൽഡ് ഈ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞാൽ തന്നെ സിവിയറിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ടു സേ ദാറ്റ് യു ആർ അഡിക്വേറ്റ്ലി വാക്സിനേറ്റഡ്, സോ സെക്കൻഡ് ഡോസ് കഴിഞ്ഞ് 10 ദിവസം കഴിയണം. ഓക്കെ, എന്നിട്ട് ആന്റിബോഡി നോക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ഗൈഡ് ലൈൻസ്, ഇന്ത്യയിലല്ല ഒരു ഗൈഡ് ലൈൻസിലും വേൾഡ് ഒരു ഗൈഡ് ലൈൻസിലും ആന്റിബോഡി നോക്കാൻ പറയുന്നില്ല. സപ്പോസ് ഇപ്പോൾ ആന്റിബോഡി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ടൈറ്റർ ഈസ് അറൌണ്ട് 30, വിൽ ദാറ്റ് എൻഷുർ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. ന്യൂട്രലൈസിങ് ആന്റിബോഡി അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ ആക്ച്വലി ഓൾ IgG ആണ് നോക്കുന്നത്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പോൾ ആന്റിബോഡി നോക്കാൻ ആക്ച്വലി യാതൊരു ഇൻഡിക്കേഷൻ ഇല്ല. അപ്പോൾ ആന്റിബോഡി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ന്യൂട്രലൈസിങ് ആന്റിബോഡി ആണോ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ആന്റിബോഡി 0 ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് ഉറപ്പിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു പരിധി വരെ ഉറപ്പിക്കാമെങ്കിലും സ്റ്റിൽ ദ T cell responses might protect you from severe disease.
പിന്നെ അതിന്റെ ഈ കോവിഷീൽഡിന് ഒരു ബൂസ്റ്ററും കൂടെ എടുത്താൽ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നുള്ള തേർഡ് അല്ലെ, അതല്ലേ ക്വസ്റ്റ്യൻ. കോവിഷീൽഡിന്റെ പ്രോബ്ലം അതാണ്. കാരണം കോവിഷീൽഡ് യൂസ് ചെയ്യുന്ന അഡിനോ വൈറൽ ചിമ്പാൻസി അഡിനോ വൈറസ് ആണല്ലോ. അപ്പം സെക്കൻഡ് ടൈം ആകുമ്പോൾ തന്നെ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് അവർ ബോഡി ക്യാൻ ന്യൂട്രലൈസ് ഇറ്റ്. അപ്പം തേർഡ് ടൈം ആകുമ്പോൾ ഡെഫിനറ്റ്ലി ചിമ്പാൻസി വെക്ടറിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ കോവിഷീൽഡിന് ഒരു തേർഡ് ബൂസ്റ്ററിനുള്ള സ്കോപ്പ് ഇല്ല. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഫോർ കോവാക്സിൻ. കോവാക്സിൻ കിൽഡ് വാക്സിൻ ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ബൂസ്റ്റേഴ്സ് ആർ പോസിബിൾ. Yeah, if in a stable patient rat is positive even after 10 days, does it mean the patient is still infective and can transmit infection? ആക്ച്വലി ഈ ആൻജിനെ പറ്റി വേൾഡ് അതോറിറ്റീസ് കേരളമാണ്. കാരണം നമ്മൾ മാത്രമാണ് വേൾഡിൽ ഈ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ആൻജിൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾ ഡേറ്റ ഈസ് ആക്ച്വലി ഫ്രം CDC പറയുന്നത് ഫോർ ദോസ് വിത്ത് മൈൽഡ് ഡിസീസ് സിവിയറിറ്റി 8 ദിവസം കഴിഞ്ഞ വൈറസ് കൾച്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ PCR പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ വിൽ സേ ഇറ്റ് ഇസ് ഈ പെർസിസ്റ്റന്റ് വൈറൽ ഷെഡിങ് ഉള്ളൂ. 8 ഡേയ്സിന് ശേഷം ഇത് കൾച്ചറബിൾ വൈറസ് കിട്ടത്തില്ല. ബട്ട് ദെൻ വിൽ ഇറ്റ് അപ്ലൈ ടു ആൻ ആൻജിൻ പോസിറ്റിവിറ്റി ഓൾസോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വി ഡോണ്ട് നോ എന്നേ പറയാൻ പറ്റും. അതായത് 12ാമത്തെ ദിവസം ആൻജിൻ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആള് മീൻസ് ഇൻഫെക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് ഈ മാസങ്ങളോളം ആൻജിൻ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ട്. അത് ആക്ച്വലി ബിക്കോസ് ഓഫ് പ്രോട്ടീൻ ഷെഡിങ് എന്ന് പറയും. ഈ നേരത്തെ RNA ഷെഡിങ് എന്ന് പറയുന്ന പോലെ പ്രോട്ടീൻ ക്യാൻ ഓൾസോ ലീഡ് ടു ഫാൾസ് പോസിറ്റീവ് ആൻജിൻ എന്ന് പറയാൻ പറ്റും. 12 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡ്രൈ കഫിന് മെഡിക്കേഷൻ ബ്യൂട്ടിസോണൈഡ് ആണ് സാറ് പറയാറുള്ളത് അല്ലേ? ഡ്രൈ കഫ് 5 ഡേയ്സ് നിൽക്കുകയാണെങ്കിൽ ബ്യൂട്ടിസോണൈഡ് ആക്ച്വലി വിൽ ഹെൽപ്പ്. ആസ് പെർ കറന്റ് ഗൈഡ് ലൈൻസ് ബ്യൂട്ടിസോണൈഡ് ഉണ്ട്. 5 ഡേയ്സ് ഒക്കെ ഡ്രൈ കഫ് ഉണ്ടെങ്കിൽ 10 ഡേയ്സ് സാറേ? 10 ഡേയ്സ് മുമ്പേ സ്റ്റാർട്ട് ചെയ്യണം. ഡ്രൈ കഫ് തുടങ്ങി 5th ഡേ ആവുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. Okay, after 10 days also there is no change in guidelines. We need 10 days ആയി കഴിഞ്ഞ് ഡ്രൈ കഫ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇൻഡസ്ട്രിയൽ ന്യൂമോണിയ ആയി കഴിഞ്ഞു എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അവർ 6 minute വാക്ക് ടെസ്റ്റ് നടത്തി എന്തെങ്കിലും ഡീസാച്ചുറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഓറൽ സ്റ്റിറോയിഡ്സ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. Vaccination in patients on ATT. വാക്സിനേഷൻ പേഷ്യൻസ് ഓൺ ATT എന്ന് പറഞ്ഞാൽ കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല, കൊടുക്കണം. Nitric oxide has been approved in UK. What about in India? നമ്മളിവിടെ അപ്രൂവ്ഡ് അല്ല, പക്ഷേ നമ്മൾ കഴിഞ്ഞ ജൂലൈയിലൊക്കെ തന്നെ മീൻസ് മെഥിലിൻ ബ്ലൂ കൊടുക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ബോംബെയിലൊക്കെ. അത് നൈട്രിക് ഓക്സൈഡ് തന്നെയായിരുന്നു. നമുക്കറിയില്ല. UK മീൻസ് ഇത് അപ്രൂവൽ ആയിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ അപ്രൂവ്ഡ് അല്ല. If a COVID suspect patient not done testing, shall we wait to vaccinate? അത് ആക്ച്വലി വേണം കേട്ടോ, ഡെഫിനറ്റ്ലി വേണം. എന്ന് വെച്ചാല് ഒരാൾ പോസിറ്റീവ് ആയിരിക്കുന്ന ആളെ വാക്സിനേറ്റ് ഇരിക്കാൻ നോക്കണം മാക്സിമം. In patients on weekly methotrexate rheumatoid arthritis, should we stop methotrexate on taking vaccine and for how long? അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീതോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ ആന്റിബോഡി പ്രൊഡക്ഷൻ റോബസ്റ്റ് ആയിരിക്കും ഇല്ല എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പറഞ്ഞാൽ റൊമറ്റോളജിസ്റ്റിന് ഒപ്പീനിയൻ എടുക്കും. അവർ മിക്കവാറും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് വിൽ ബി ബെറ്റർ ടു കണ്ടിന്യൂ ദം. അല്ലെങ്കിൽ നമ്മുടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഏത് സ്റ്റേജ് ആണ്, അത് ക്വസന്റ് ആണോ അല്ലെങ്കിൽ ആക്റ്റീവ് ഡിസീസ് ആണോ എന്നൊക്കെ നോക്കി വി ക്യാൻ ടേക്ക്. എന്ന് വെച്ചാൽ മീൻസ് സപ്പോസ് നോ ദ പേഷ്യന്റ് ക്യാൻ ബി വിത്തൗട്ട് മെത്തോട്രെക്സേറ്റ് ഫോർ സേ 1 month or so സ്റ്റോപ്പ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. സർ, ഡെറിഫിലിൻ മോണ്ടലുക്കാസ്റ്റ് ഒക്കെ ഡ്രൈ കഫിന് കൊടുക്കാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഡ്രൈ കഫ് എന്തായാലും ഡെറിഫിലിൻ വെച്ച് റെസ്പോണ്ട് ചെയ്തില്ല, മോണ്ടലുക്കാസ്റ്റ് വെച്ച് റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. അത് മീൻസ് ക്യാൻ ബി യൂസ്, നോ ഹാം ഇൻ ഡൂയിങ് ദാറ്റ്. എന്റെ ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡിന് ഇൻഡിക്കേഷൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് കോവിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് യൂസിങ് സ്റ്റിറോയിഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ഡോസ് ഫോർ ദ റൈറ്റ് ഡ്യൂറേഷൻ. ബാക്കി ഡ്രഗ്സ് ഒക്കെ ബേസിക്കലി ടോസിലിസുമാബ് ആൾസോ അത് വർക്ക്സ് കേട്ടോ. അത് കറക്റ്റ് പേഷ്യന്റ് ടോസിലിസുമാബ് കൊടുത്താൽ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ നമുക്ക് കറക്റ്റ് സമയം നമ്മൾ കൊടുക്കത്തില്ല എന്നാണ് നമ്മളുടെ പ്രശ്നം. നമുക്ക് കിട്ടുന്നുണ്ടോ സാറേ? പേഷ്യന്റ് ഡെറ്റോറേറ്റ് നമുക്കുണ്ട്. ഗവൺമെന്റിന് മീൻസ് ടോസിലിസുമാബ് മീൻസ് ആക്ച്വലി ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ പേടി എന്താണ്, ഇത് 2 times the risk of candidemia as well as sepsis ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ അത്ര നല്ല അല്ലെങ്കിൽ പേഷ്യന്റ് ക്യാൻ ഡൈ ഓഫ് സെപ്റ്റിക് ഷോക്ക്. ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് ടോസിലിസുമാബ്. മാത്രമല്ല നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ആക്ച്വലി പേഷ്യന്റ് NIV-ലൊക്കെ ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാത്തപ്പോഴാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റർ ആണ്. ഇപ്പം കുറച്ചും കൂടെ ഏർലിയർ ഇൻഡിക്കേഷൻ വന്നപ്പോൾ ടോസിലിസുമാബ് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്കംസ് ആർ ഓൾസോ വെരി ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് ഓക്കെ കേട്ടോ. Along with steroids, tocilizumab does have a role in the right patient. ആക്ച്വലി വളരെ എന്താണ് എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങളിലും ഇത് കിട്ടുന്നുണ്ടെന്നാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, പ്രോബബ്ലി ഇല്ല, ഇത് ഒരു ഡബിൾ എജ്ഡ് സോഡാണ്.
ഈ ടോസിലിസ്മാബേ അത് മീൻസ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ പേഷ്യന്റ് ക്യാൻ ഡൈ ഓഫ് സെപ്റ്റിക് ഷോക്ക്. ദാറ്റ്സ് എ പ്രോബ്ലം. ഇൻഫെക്ഷൻ കൺട്രോളും ഒക്കെ നല്ലതായിരിക്കണം. വേറെ ഒരു ഡൗട്ട് സാർ, ഈ നെബുലൈസേഷനെ പറ്റി COPD ബ്രോങ്ക്ലാസ്റ്റിനെ കുറിച്ച് നെബുലൈസേഷൻ ഇനിയിപ്പം കണ്ടിന്യൂ ചെയ്യാവോ? നമ്മൾ ആക്ച്വലി MDI ആണ് കൊടുക്കുന്നത് കേട്ടോ. MDI തന്നെയാണ് കൊടുക്കുന്നത്. വി ഡോണ്ട് വാണ്ട് എയറോസലൈസേഷൻ ഒക്കെ. Sir, a logic of person taking Covaxin even after, logic of doing repeat RAT during 14th day of severe category in RAT negative RT-PCR positive patient. ലോജിക് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും ആണ്. പക്ഷെ എന്തായാലും നമ്മള് ഒന്ന് ഉറപ്പിച്ചിട്ട് വിടുന്നതായിരിക്കും നല്ലത്. അല്ല, ഇങ്ങനെ കുറെ പേഷ്യൻസ് ഉണ്ട് മീൻസ് ആന്റിജൻ നെഗറ്റീവ് മീൻസ് RT-PCR പോസിറ്റീവ് ആൾക്കാർ, അവർ 14th ഡേ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. Can a person take Covaxin even after taking Covishield, or Covaxin appears to neutralize many variants? ആക്ച്വലി മീൻസ് ഈ കോവാക്സിൻ ഇപ്പൊ ICMR-ന്റെ ഈ കോവാക്സിന്റെ എല്ലാ ഡേറ്റയും പ്രസ് ബ്രീഫിംഗ്സ് വഴിയാണ്. അത് പബ്ലിഷ് ലിറ്ററേച്ചർ ആയിട്ടല്ല വരും. ഇപ്പം ICMR will say that no, it has neutralized the double mutant, it has neutralized the South African variant, it has neutralized the UK variant. ഇതൊക്കെ ഒന്നും ഒരിക്കലും പബ്ലിഷ്ഡ് ആയിട്ട് വരത്തില്ല. അതേസമയം ഈ കോവിഷീൽഡിന്റെ കുറെയൊക്കെ പബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള ബേസിക് ഇഷ്യൂ. ഇഫ് യു വാണ്ട് ടു സെലക്ട് ബിറ്റ്വീൻ കോവാക്സിൻ ആൻഡ് കോവിഷീൽഡ്, ഈ കോവാക്സിന്റെ എല്ലാം തന്നെ ഇറ്റ് ഇസ് പ്രസ് ബ്രീഫിംഗ്സ് ആൻഡ് കോവിഷീൽഡിന്റെ കുറെ പബ്ലിഷ് ലിറ്ററേച്ചർ ഉണ്ട്, ഓക്സ്ഫോർഡ് ആയതുകൊണ്ട്. അതാ കിടക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സൗത്ത് ആഫ്രിക്കൻ വേരിയന്റിനെതിരെ ഈ കോവിഷീൽഡ് 10% എഫക്റ്റീവ്നെസ് ഉള്ളൂ, ന്യൂട്രലൈസേഷൻ 10% ഉള്ളൂ. കോവാക്സിൻ they say it neutralizes, അല്ലാതെ it has not been published in any Lancet or anything. Probably ഇതൊരു ഓൾഡ് വൈറസ് ഇനാക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് they may be more effective against the mutants. Actually അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, because in Kerala 30% of the variants of concern, അല്ല 40 out of the isolates 40% variants of concern ആണ്, 30% UK strain ആണ്, ബാക്കി 5% സൗത്ത് ആഫ്രിക്കനും ബാക്കി 5% ദിസ് തിങ് ഡബിൾ മ്യൂട്ടന്റും ആണ്. സോ ആക്ച്വലി നമ്മൾ ഒരു ടിക്കിംഗ് ടൈം ബോംബ് പോലത്തെ സിറ്റുവേഷൻ ആണ് ഇപ്പൊ കേരളം നിൽക്കുന്നത്. അതിൽ UK വേരിയന്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്മ്യൂൺ എസ്കേപ്പ് മ്യൂട്ടന്റ് അല്ല. ഇറ്റ് ഈസ് ഇൻഫെക്ടിവിറ്റി ഈസ് പ്രട്ടി ഹൈ, 40 to 90% മോർ ദാൻ ദ വൈൽഡ് സ്ട്രെയിൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഇമ്മ്യൂൺ എസ്കേപ്പ് തിങ് ഇല്ല. മാത്രമല്ല എല്ലാ വാക്സിനും ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിനെ പറ്റി അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സോ പ്രോബബിളി വാക്സിനേഷൻ, ഒരു അഗ്രസീവ് വാക്സിനേഷൻ ക്യാമ്പയിനിലൂടെ UK strain ആണെങ്കിൽ we can gain some sort of protection. That is the only good thing out of the current genomic analysis from Kerala. പിന്നെ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ കോവിഷീൽഡ് എടുത്താൽ കോവാക്സിൻ എടുക്കാൻ പറ്റുമോ? അല്ലെ, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് ആ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ അവർ സമ്മതിക്കില്ല. അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പൊ കോവിഷീൽഡ് ഒക്കെ എടുത്ത് ഫുൾ ഡോസ് എടുത്ത് ഇനി ഒന്നേന്ന് വേണമെങ്കിൽ കോവാക്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ബാക്കിയും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് കിട്ടുമോന്ന്. അല്ല, അങ്ങനെയല്ല, പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റണ്ടേ? കോവിഡിന്റെ അകത്ത് കയറാൻ പറ്റി സമ്മതിക്കണ്ടേ അവര്? വാക്സിനേഷൻ ആഫ്റ്റർ കോവിഡ് ഇൻഫെക്ഷൻ, എനി ഗൈഡ് ലൈൻസ്? 2 മാസം സാർ പറഞ്ഞു. നാഷണൽ ഗൈഡ് ലൈൻ ഈസ് ആക്ച്വലി ആഫ്റ്റർ 1 to 2 months. I will say 2 months. 2 months എടുക്കാൻ മതി. നമുക്ക് റെംഡിസിവിർ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് പേഷ്യൻസ് കോവിഡ് ന്യൂമോണിയ ആയിട്ടാണ്. കാവ്യ മാത്രം കൊണ്ട് പോകുന്നില്ല പേഷ്യൻസ്. ആക്ച്വലി റെംഡിസിവിർ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിന് അലോക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ റെംഡിസിവിർ ഇതിന്റെ മെയിൻ സ്റ്റേ ഒന്നും അല്ല കേട്ടോ. അതിന്റെ മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഇല്ലാത്ത ഡ്രഗ് അല്ലേ. അപ്പൊ അത് ആക്ച്വലി നമ്മൾ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഈ ബ്ലാക്ക് ലിസ്റ്റഡ് ആയപ്പം മറ്റ് കുറച്ചുകൂടി സൂപ്പർ സ്റ്റാർ ആയി മാറിയ ഒരു ഡ്രഗാണ് ഈ റെംഡിസിവിർ. അല്ലാതെ അതിന്റെ ആക്ട് 1 ട്രയലും 3 ഒക്കെ എന്താ കാണിക്കുന്നത്? ആക്ച്വലി ICU സ്റ്റേ ഹാസ് ബീൻ ഷോർട്ടൻഡ് ബൈ അറൌണ്ട് 3 days മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഡ്രഗ് വിത്ത് മോർട്ടാലിറ്റി ബെനിഫിറ്റ്. സോ ഈവൻ ഇൻ നാഷണൽ ഗൈഡ് ലൈൻസ് എമർജൻസി യൂസ് ഓതറൈസേഷൻ ഓഫ് ലേബലിലാണ് കിടക്കുന്നത് റെംഡിസിവിർ ഫോർ മോഡറേറ്റ് ടു സിവിയർ ഡിസീസ്. ഹാവിംഗ് സെഡ് ദാറ്റ്, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആസ്ക് മീ വാട്ട് ഇസ് ദ റിയൽ ഇൻഡിക്കേഷൻ ഫോർ റെംഡിസിവിർ, സപ്പോസ് എ പേഷ്യന്റ് ഈസ് കംപ്ലൈനിങ് ഓഫ് ഫീവർ, കഫ് ആൻഡ് ഡിസ്നിയ 3 days ഡ്യൂറേഷൻ, സോ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്. അപ്പോൾ നേരത്തെ ഡോക്ടർ അഭിലാഷ് ചോദിച്ച അതേ പ്രശ്നം വരും. അതായത് 3rd day വൈറൽ റെപ്ലിക്കേഷൻ ഉള്ള സമയത്താണ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്. ആ ഒരു ഫേസിൽ ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്, ഇഫ് യു ആർ ആക്ച്വലി supplementing an antiviral along with that, that will give you more confidence. Probably that is indication for starting remdesivir. Okay.
മാത്രല്ല എനിക്കൊന്ന് റെംഡെസിവിറിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ ആശുപത്രിയിൽ ഇല്ലാത്ത റെംഡെസിവിർ പുറത്ത് ഒരു കടകളിലും ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പൊ റെംഡെസിവിറിന്റെ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് പേഷ്യൻസ് വഴിയിൽ ഇങ്ങനെ നടക്കുന്നതും എനിക്കൊന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട, അത് കിട്ടാനില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞാൽ മതി. മരുന്ന് ഇല്ലാത്ത സാധനത്തിന് എഴുതി കൊടുത്ത വഴിയിൽ നടത്തുന്നത് ഒരു ഭയങ്കര, ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഈ മരുന്ന് കിട്ടാനില്ല, ഈ മരുന്ന് കിട്ടുന്നവർ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അത് ദിവ്യന്റെ പ്രോബ്ലം നമ്മൾ ഈ പ്രോട്ടോകോളിൽ കിടക്കുന്നിടത്തോടെ ഡോക്ടേഴ്സിനെ വേണ്ടാന്ന് ഡിസൈഡ് ചെയ്യാനും അത്ര എളുപ്പമല്ല. അവിടെയാണ് ഒരു ഇഷ്യൂ കിടക്കുന്നത്. പിന്നെ ഉത്തരാഖണ്ഡിൽ ഈ ചാത്തൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഷോർട്ടേജ് ഒക്കെ ഇപ്പം തീരുമെന്നാണ് കേട്ടത്. അല്ല, പക്ഷെ അതിലൊരു കാര്യമില്ലേ സാറേ, നമ്മൾ എഴുതി കൊടുക്കുമ്പം either we should know whether where it is available or at least നമ്മളതങ്ങ് ട്രൈ. അത് ആക്ച്വലി ദിവ്യ ഇപ്പോഴും കുഴപ്പമില്ല. ഈ പ്രോട്ടോകോൾ ഇപ്പൊ നാഷണൽ പ്രോട്ടോകോൾ ആസ് വെൽ as സ്റ്റേറ്റ് പ്രോട്ടോകോളില് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദ അൽഗോരിതം. It's not there in the algorithm, and the algorithm we have written it as EUA, refer EUA, emergency use authorization. That means that it is not mandatory to use remdesivir. If you get it, you can use it. Nerthe the algorithm mentioned moderate means give remdesivir, severe means give remdesivir, like that. Now the situation has changed. Even from the national level, they said that under EUA you can use remdesivir for moderate to severe disease. So that means that it's not mandatory that you should prescribe remdesivir. If it is available, you can use it. Just like you said, you are giving a prescription, we are actually going to drive up the panic only, because we know that they are not going to get it. AIMS protocol doesn't include Fabiflu in mild, but other are starting Fabiflu. Your input, sir? Actually, one of the criticisms against the Kerala government guideline has been why we included Favipiravir, because 6 months back, when we thought about that, Favipiravir is not actually backed by any sort of evidence, and it got the DCGI approval for use in mild disease. Okay, for mild disease, you know that even without any drug, it will improve on its own. And Favipiravir has not been found to prevent the progression to severe disease. At that point of time, even when the state guidelines were not actually mentioning the use of Favipiravir, there are so many private doctors, etc., who have been prescribing Favipiravir for mild disease. And then we thought that we'll make it into our guidelines for category C. That is, maybe category A and B, for which the Favipiravir used to be prescribed by other practitioners, will comprise around, say, 95 to 96% of the population of the patients. If you restrict it to category C, we'll be actually cutting it to, say, 2 to 3%. And now we say that when remdesivir is not available, go for Favipiravir, because both of them are having the same mechanism of action. But if you ask me for the real evidence for Favipiravir, it's very difficult to find the evidence, because it is a drug from Japan. A drug from Japan and all, getting high quality evidence is not pretty good. This remdesivir is from USA, this Favipiravir is from Japan. They are having the same mechanism of action. So one drug is backed by very good quality trials, the other drug is backed by trials done in Russia and Japan and all. So that's the thing. So we don't want a misuse of Favipiravir for, say, mild disease and all. We want to use Favipiravir, give it for category C, where the patients are really sick. Please tell me your experience with ivermectin. Sir, പറഞ്ഞു കാണുമല്ലേ detailed ആയിട്ട്. Toxicity is not there. It's the same drug to use. But then it's very difficult to say that one drug is effective and all, because in category B, even without, say, drugs and all, the majority of the patients may not progress to the severe disease. So it might turn out to be just some observations. And for a disease where the mortality or the severity is there in only, say, 1 to 2%, in order to demonstrate some benefit, the sample size has to be in thousands. That is the problem with drugs like ivermectin. If COVID infection occurs after first dose of vaccine, should we wait 2 months for second dose? Actually, if the COVID occurs after the first dose of vaccine, so wait for 1 to 2 months after complete recovery. So it is not an emergency, because following a natural infection, you are going to be protected for at least 3 months. So definitely vaccine is not a priority in that group. So wait for 2 months after recovery and then give the vaccine. Sir, why vaccinated person is not allowed to donate blood? Actually, vaccinated person is not allowed to donate plasma like that. That's actually, as I mentioned previously, is part of the donation forum guidelines. That's all.
In 3 cases of genital herpes-like lesions not responding to acyclovir, sir, can it be related with COVID? In COVID patients-ലാണോ എന്നുള്ളതും കൂടെ ഒന്ന് പറയും. Actually, this can be answered in 2 ways. One is, following vaccination, we have seen reactivation of herpes. That is possible. Okay. That has been associated usually with this mRNA vaccines, but we have seen the reactivation of herpes even with Covishield and all. We have not that much experience with Covaxin because we have not administered that doses of Covaxin. That is one thing. The second is actually with regard to whether the genital herpes or reactivation or new lesions can be related to COVID. There are 2 explanations. One, when there is stress levels are high, definitely the herpes lesions will come out because the herpes virus is actually kept in check by the T cell mediated immunity. T cell mediated immunity gets a hit when we are stressed. Second is when we are using steroids for COVID-19, there also the T cell immunity will come down, and there is always a chance for reactivation of the herpes group of viruses as well as Aspergillus. Third is as part of the post-COVID syndrome. Post-COVID syndrome means it's an ongoing inflammatory process. There also you can have reactivation of these sort of viruses. So 3 mechanisms are possible. Actually, rash in COVID, how to manage? Symptomatic management. But the thing is that if you see rash in COVID and the patient is sick, think about multisystem inflammatory syndrome or MISC. You have to think about that. സോറി, കോവിഡ് പോസിറ്റീവ് ഇപ്പോൾ ഫാമിലിയിൽ പോസിറ്റീവായി സിംറ്റമാറ്റിക് ആയിരുന്നു, പക്ഷേ കൺഫേം ചെയ്തിട്ടില്ല പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള. അങ്ങനെ ഒരാൾ കോവിഡ് വാക്സിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരും 2 month വെയിറ്റിംഗ് പറയണം എന്നുള്ളത്? No. Actually, you should ask them to get checked. Okay. Try to confirm whether it is COVID-19. Sir, അവർക്ക് ഒരു 30 ഡേയ്സിന് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിലോ വാക്സിനേഷൻ വരുന്നതെങ്കിൽ അന്നേരം അത് പോസിറ്റീവ് ആയിരിക്കില്ല അവർ? അങ്ങനെയാണെങ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ സർ, നമ്മൾ സാധാരണ ഇപ്പോൾ വാക്സിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും പോസിറ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അവർക്ക് എല്ലാവരും മൈൽഡ് ഡിസീസ് പോലൊരു ജലദോഷപ്പനി വന്നു പോകുന്നുണ്ട്. അത് ICMR എന്താ പറഞ്ഞത്? 0.0004. പക്ഷെ നമ്മളുടെ റിയൽ എക്സ്പീരിയൻസിൽ അതാണോ സാറേ എല്ലാവർക്കും? അത് പക്ഷേ ഈവൻ എൻ്റെ ഡൗട്ട് അതാണ്, ഈസ് ഇറ്റ് റിയലി ആൻ ഇൻഫെക്ഷൻ ഓർ ഈസ് ഇറ്റ് ദ ബോഡി റെസ്പോണ്ടിങ് ടു ജസ്റ്റ് ലൈക്ക് നമ്മുടെ കോവിഷീൽഡ് കയറുമ്പോഴത്തേക്കും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ ഈ എന്താണ് രോഗാണു? ഇത് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ തന്നെയാണ്. കാരണം ഒന്ന്, ഈ ICMR ഈ 0.0004 എന്ന് പറഞ്ഞപ്പോൾ എന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ 0.004 മൊത്തം എന്റെ പരിപാടി തന്നെ അഡ്മിറ്റ് ആയി കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മെജോറിറ്റി ഓഫ് ദ പേഴ്സൺസ് ഹു ടേക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സ് they didn't develop COVID. But then one thing you should know is the aim of the vaccination is not to prevent infection. So you may get mild infection or say symptomatic infection. It is to prevent severe disease or mortality. That actually vaccine is doing. So none of we have around say 120 patients in our ICU. None of them have taken both the doses of vaccine. അങ്ങനെയുള്ളവരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എൽഡർലി മോർട്ടാലിറ്റി കുറവാണല്ലോ. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മാറിയില്ലേ? That shift will occur because now once you are vaccinated either with 1 dose or 2 doses, definitely you are not going to get a severe disease. The second part of the question എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെക്കുലേഷനിലോട്ട് മാറേണ്ടി വരും. അതായത് a person has been working in COVID for 1 year without infection and you are taking a vaccine and then you are developing infection. അപ്പോൾ ഇത് has it been triggered by vaccine related immunity എന്നുള്ളതാണ് ചോദിച്ചത് കേട്ടോ. ഇറ്റ് ഈസ് ആക്ച്വലി പോസിബിൾ. ഞാൻ ചോദിച്ചത് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ ശരീരം നാച്ചുറലി പ്രതികരിക്കും. അതുപോലെ ഒരു വാക്സിൻ കയറിയാലും ആ ഒരു പ്രതികരണം ഉണ്ടാവും. ഈ പ്രതികരണം എല്ലാ വാക്സിനേറ്റഡ് പേഴ്സൺസിലും ഉണ്ടാവുന്നതല്ലേ എന്നാണ്. ചിലർക്ക് ഫീവർ വരും, ചിലർക്ക് അല്ല, അത് എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആവാൻ പാടില്ലല്ലോ. വൺ തിങ് ഈസ് റിയാക്ടോജെൻസിറ്റി വെച്ചിട്ടൊന്നും തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിറ്റീവ്. കാരണം നമ്മൾ സ്പൈക്ക് പ്രോട്ടീനെ കൊടുക്കുന്നുള്ളൂ അല്ലേ, നമ്മൾ ഒരിക്കലും വൈറസ് കൊടുക്കുന്നില്ല. ഷുഡ് നോട്ട് ബി പോസിറ്റീവ്. ആന്റിജനും PCR പോസിറ്റീവ് ആവാൻ പാടില്ല. പക്ഷെ നമുക്ക് പല ആൾക്കാരും പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് സിക്ക്. അപ്പൊ അതിൽ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മെജോറിറ്റിയും ഒരു ലോ ലെവൽ എക്സ്പോഷർ എപ്പോഴും ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് മൊത്തം തന്നെ ആക്ച്വലി ഇറ്റ് ഇസ് എ ബോഡീസ് റെസ്പോൺസ് ടു ദ വൈറസ് ദാറ്റ് മേക്ക് യു സിംറ്റമാറ്റിക്. ആ റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്നതാണ് ആക്ച്വലി വാക്സിൻ. So vaccine കൊടുക്കുമ്പോൾ definitely the titer of the antibody produced everything is going to be higher than that due to a natural infection. നമുക്ക് usually healthcare workers when you are getting exposure we are always using a mask. So we'll get only a low inoculum load.
So definitely the viral load that we are inhaling is going to be very less, and definitely the antibody response to that also will be minimal. But vaccine, it is the number of particles, etc. are prefixed now. So the antibody response is going to be robust. അങ്ങനെ ഒരു റോബസ്റ്റ് റെസ്പോൺസ് വരുന്ന സമയത്ത് നമുക്കൊരു ലോ ഗ്രേഡ് വൈറീമിയ അങ്ങനെ ഉള്ള ഫേസ് ആണെങ്കിൽ യു ആർ ഗോയിങ് ടു ബിക്കം സിംറ്റമാറ്റിക്. ദിസ് ഇസ് എ പോസിബിൾ എക്സ്പ്ലനേഷൻ കേട്ടോ, അല്ലാതെ ഇത് ആരും അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലാണ്. അല്ലാതെ പലർക്കും ഈ കോവിഡ് വരുന്നതിന് എക്സ്പ്ലനേഷൻ ഇല്ല. So majority of us have been working in COVID for more than say 1 year without getting COVID, and you are taking the vaccine and then you are getting a mild infection. So that has to be one of the explanations. But having said that, if you take vaccine, you won't get severe disease and you won't die. In a patient presenting with a CT report CORADS 5 and typical symptoms without a positive antigen or RT-PCR can be considered as post-COVID and treat accordingly? Not post-COVID, positive COVID. Positive okay. Yeah, this is actually addressed in our guideline. We take it as a PCR negative SARS-CoV-2 infection, and you can start all the drugs. So you can start steroids, you can start anticoagulation. If you want to start remdesivir, explain everything to them, get a consent and start remdesivir, no harm. The problem is, if you want to change the patient over to COVID ICU, then it becomes a problem. Usually we maintain these patients in the suspect ICU. Men appears to have more mortality compared to women. Your thought on that? That is actually a well-known fact, right from the beginning. The men, they have been having more mortality. Maybe some sort of a genetic thing, more of alcoholism or smoking, all those things. The pregnancy hormones are likely to protect the females. For men, there is a very good news. If you survive the infection, the post-COVID symptoms are very much less in males. Whereas in females, they have these lingering symptoms for weeks to months together. And anosmia, females recovery may take around 3 weeks to months. But for males, if they survive the virus infection, the post-COVID symptoms are minimal, apart from dyspnea. Like the loss of sleep, the headache, the persisting anosmia, the vascular headache, excessive fatigability, all these things are seen more in females than in males. This is because of the etiology is supposed to be the presence of the diverse functional autoantibodies. And autoantibodies are definitely more common in females than in males. For doctors, DOC doctors are a drug of choice for loss of sleep in COVID positive patients. Loss of sleep, we will loss of sleep usually interesting thing is 10 days in ശേഷമാണ് വരുന്നത്. അപ്പം റാറ്റ് നെഗറ്റിവിറ്റി കഴിഞ്ഞ ശേഷമാണ് സ്ലീപ്പ് പലരുടെയും പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ഈ കോവിഡ് ഇൻസോംനിയ എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ ഉണ്ട്. ആൻഡ് ഗുഡ് ന്യൂസ് ഇസ് മോർ കോമൺലി സീൻ ഇൻ ഫീമെയിൽസ്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് ലൈക്ക് cutting off the screen time just prior to sleep. Not watch the TV or say mobile for say 1 hour. They should not take coffee after say 2 p.m. And if the same does not work, you can try melatonin, and then if that also does not work, go for salpeter. One more question. I have seen 16 milligram dexa-TDS into 3 days stop severe CRS, which fails with 6 milligram BD. Yeah. So we have actually multiple dosages of steroids being tried, etc. As some hospitals have used 1 gram pulse of methylprednisolone for treating COVID, and they also claim success. But then we cannot put all these things in the guidelines. Okay, based on the response to the conventional dose of steroids as well as the inflammatory markers, you have to take an individualized call on increasing the dose of steroids. That does not mean that we should be giving the 16 milligram TID for all the patients. Some patients may require it. Keep in mind the possibility of mucormycosis also. Okay. How long to give steroids on MISA? അതാണ് ഒരു സംശയം സോ ഫാർ ചാറ്റിൽ വന്നിട്ടുള്ളത്. ഇന്നലെയും ഇതേ ചോദ്യം തന്നെ വന്നായിരുന്നു. Actually, we don't have evidence-based guidelines to say that the MISA should be treated with say 2 weeks or say 1 month of steroids. What we do is that high-dose steroids is being given for around 3 to 5 days, and based on the response, then we will taper off to Viceron 1 mg per kg per day. It will be tapered over 1 month. That is what we do. But that doesn't mean that that should be done for all patients. It has to individualize. We don't have any evidence to say that is the treatment to be regimen to be followed.
And if there is no response, an IVIG has to be started. Exact duration can't be said based on the available evidence. Sir, rivaroxaban dose during and post-COVID. Rivaroxaban as post-discharge thromboprophylaxis is 10 milligram OD for 2 to 3 weeks. സർ നമ്മൾ ഈ ആൾക്കാരെ റാറ്റ് ചെയ്ത് നമ്മൾ 10 days കഴിഞ്ഞ് ചെയ്യുമായിരുന്നല്ലോ, ഇപ്പൊ അത് നിർത്തിയല്ലോ. അത് 17 days കഴിയുമ്പോൾ അവർക്ക് അവരെ റിലീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് നമുക്കിപ്പോ 17 days കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് റിപ്പീറ്റ് പോസിറ്റീവ് കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനിയും അങ്ങനെ സംഭവിച്ചൂടെ? അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ 17 days കഴിഞ്ഞ് റിലീസ് ചെയ്യുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? അങ്ങനെ എന്ന് വെച്ചാൽ ഇത് അറിയാലോ, നമ്മളെ വേൾഡിൽ കേരളത്തിന് മാത്രമേ എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഒരിടത്തും എക്സിറ്റ് ടെസ്റ്റിംഗ് ഇല്ലായിരുന്നു. ഇപ്പൊ CDC ഗൈഡ്ലൈൻസ് ആർ വെരി ക്ലിയർ. ഈ മൈൽഡ് സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മോഡറേറ്റ് സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ആഫ്റ്റർ day 8 വൈറസ് വാസ് നോട്ട് കൾച്ചറബിൾ. അതുകൊണ്ടാണ് അവർക്ക് ഇറ്റ് വാസ് എ ടൈം ബേസ്ഡ് ഡിസ്ചാർജ് ആയിരുന്നു. After 10 days they are not infected, but for severe disease it will be around 15 to 20 days infected. Okay sir, thank you. ചോദ്യം ഒന്നുകൂടെ വന്നത് ടൊസിലിസുമാബ് അവൈലബിലിറ്റി ഇൻ കേരള ആണ് ഒരു ചോദ്യം ഡോക്ടർ ആൽബർട്ട് ചോദിച്ചിരിക്കുന്നു. Tocilizumab availability is a major issue, and I think central government has taken a decision to centrally procure this thing and give it to the state agencies to distribute. Enal polum the shortage is going to be there since it is an imported drug. Serial elevation of inflammatory markers, what is the cutoff value of D-dimer in immediate postpartum period? Adana ചോദ്യം. D-dimer actually third trimester in the cutoff ആണ് നേരത്തെ പറഞ്ഞത്. That is actually it may be as high as 3.5, 3,500 വരെ high ആയിരിക്കാം. Postpartum period also it is likely to be high. So what we do is അതുവരെ ആ values വരെ ഉണ്ടെങ്കിൽ will give only the prophylactic dose enoxaparin. So that is 60 mg OD ആ റേഞ്ചിലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്നും കൂടാൻ തുടങ്ങിയാൽ മാത്രമേ അവർ there is a serial rise only will think about therapeutic anticoagulation after ruling out pulmonary embolism and all. Can we use oral anticoagulants and oral steroids for category C mild cases with duration of symptoms more than a week when IP is not possible? IP is not possible, definitely we'll have to use these drugs. അതുപോലെ സർ ഒരു ഓക്സിജൻ ജുഡീഷ്യസ് യൂസ് ഓഫ് ഓക്സിജനെ കുറിച്ച് എന്തെങ്കിലും പറയണോ? ജുഡീഷ്യസ് യൂസ് ഓഫ് ഓക്സിജൻ ആക്ച്വലി അതിൽ നമ്മളെ ഗൈഡ്ലൈൻസ് ചെയ്ത് പറയുന്നുണ്ട് ക്രിട്ടിക്കൽ കെയറിന്റെ അകത്ത്. So the saturation to be maintained, നമ്മുടെ നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 92 to 96%. അപ്പോൾ അത് ക്രിട്ടിക്കൽ കെയർ ആര് പറയുന്നത് 96 ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി 90 to 94% മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണ്. COPD പേഷ്യൻസ് ആണെങ്കിൽ മേ ബി അറൌണ്ട് 88 to 90% മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനുവേണ്ടി മാത്രം ഓക്സിജൻ യൂസ് ചെയ്താൽ മതി, അല്ല 98% എത്തിക്കാൻ വേണ്ടിയുള്ള ഓക്സിജൻ കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ഹൈപ്പറോക്സിയ ഈസ് ഓൾസോ ഗോയിങ് ടു ബി can result in lung injury, free radical based lung injury. അതിനുവേണ്ടി ഹൈ ഫ്ലോ നേസൽ കാനുലയ്ക്ക് പകരം ബൈപ്പാപ്പ് കഴിയുന്നത്ര ഉപയോഗിക്കണമെന്നും പ്രോണിങ് ആൻഡ് ഡീപ് ബ്രീത്തിങ് ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും ഒക്കെ കൂടെ അവർ അതിന്റെ അകത്ത് ആക്ച്വലി ഈ പ്രോണിങ് ഈസ് വൺ തിങ് വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് ദ പേഷ്യൻസ് നോട്ട് ഓൺലി ഇൻ ഹോസ്പിറ്റൽ. വീട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കും ഈ അവേക്ക് പ്രോണിങ് പ്രോട്ടോകോൾ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദം. ആൻഡ് റീസൺ എന്ന് പറയുന്നത് ഈ ബേസൽ ന്യൂമണൈറ്റിസ് ആണല്ലോ. അപ്പം ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആദ്യമായിട്ട് അഫക്ട് ചെയ്യുന്ന ലങ് സോൺസിലോട്ട് ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നത് ആ പ്രോൺ പൊസിഷനിലാണ്. സോ നമ്മൾ വീട്ടിൽ തന്നെ ഒരു സാച്ചുറേഷൻ 94-95 ഒക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദേ ഷുഡ് ഡു പ്രോണിങ് വേണം. വീട്ടിൽ വെച്ച് നമുക്ക് ഓറൽ സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആന്റികോഗുലൻസിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് D-dimer ഒക്കെ ചെയ്ത് കിട്ടാൻ പാടാണ്. ബട്ട് ഹൈപ്പോക്സിമിക് ഇൻഡിവിജ്വൽസ് വിൽ ബെനിഫിറ്റ് ഫ്രം ആന്റികോഗുലേഷൻ. Which all categories need prophylactic anticoagulation? Prophylactic anticoagulation is there. Its indication is only for those patients who are having moderate disease severity, that is hypoxia, saturation less than 94% ഉള്ള ആൾക്കാർക്കാണ്. സർ ഹോം ട്രീറ്റ്മെന്റിൽ സ്റ്റിറോയിഡ്സ് എത്ര ഡോസിലാണ് സർ സജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഈ ഡെക്സാമെഥസോൺ 6 mg ആണ് റിക്കവറി ട്രയലിന്റെ ഡോസ്. ഈ 6 mg ഈക്വലന്റ് എന്ന് പറയുമ്പോൾ മീഥോപ്രെഡനിസോൺ 32 mg അല്ലെങ്കിൽ വൈസ്ലോൺ 40 mg ആണ്. ഇതാണ് കൊടുക്കുന്നത്. സോ ഈ ഡെക്സ 6 mg എന്ന് പറയുമ്പോൾ ടാബ്ലറ്റ് 0.5 അല്ലെങ്കിൽ 1 ഒക്കെ ആയിരിക്കും. സോ അത് അത്ര ഈസി ആയിരിക്കില്ല. സോ മീഥോപ്രെഡനിസോൺ 16 mg BD അല്ലെങ്കിൽ വൈസ്ലോൺ 40 mg OD will be given for around 7 to 10 days. And based on the response it will be tapered down. ഇപ്പൊ നമ്മൾ ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി പേര് വീട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓറൽ സ്റ്റിറോയിഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. ഓൺലി തിങ് യു ഷുഡ് നോ ഇസ് ദാറ്റ് ഇതിന്റെ മാജിക് ഡ്രഗ് റെംഡെസിവിറോ ടോസിലിസുമാബോ ഒന്നും അല്ല.
സ്റ്റാർട്ടിങ് സ്റ്റിറോയിഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം ആണ് ഇത് കോവിഡിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഈ ചുമ തുടങ്ങി വരുന്ന സമയത്ത് തന്നെ ഈ കുത്തി ചുമ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഇൻവോൾവ്മെന്റ് ഈസ് അക്കറിങ്. അപ്പം നമ്മൾ ആ റെസ്റ്റിംഗ് ഡീസാച്ചുറേഷനിൽ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഓറൽ സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റിൽ ഡീസാച്ചുറേഷൻ ഇല്ല, പക്ഷേ ഈ കുത്തി ചുമ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഡിസോണേറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ്. സോ ബിഡിസോണേറ്റ് ആക്ച്വലി ഈ 2 ട്രയൽസിലും ഇറ്റ് ക്യാൻ ആക്ച്വലി പ്രിവെന്റ് ദ പ്രോഗ്രഷൻ ടു സിവിയർ ഡിസീസ് എന്നാണ്. മാത്രമല്ല സൈഡ് എഫക്ട്സും ഇല്ല. ഈ എല്ലാവർക്കും വീട്ടിൽ വെച്ച് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേടി എന്ന് പറഞ്ഞാൽ ഗ്ലൈസീമിക് കൺട്രോൾ എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ബിഡിസോണേറ്റ് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. Okay, so Should I stop heparin if patient develops hemoptysis? അതൊരു പ്രശ്നമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹീമോപ്റ്റൈസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ മീൻസ് കുറച്ചായിരിക്കും പുറത്ത് വരുന്നത്, അകത്ത് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വാട്ട് വി യൂഷ്വലി ഡു ഈസ് വിൽ സ്റ്റോപ്പ് ഹെപ്പാരിൻ. Can we start injection heparin and injection dexa before getting RT-PCR result in IP patient since antigen kits are not available? വെരി ഗുഡ്. അത് ഇത് രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് യാതൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് പോസിറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ ഓഫ് ടെസ്റ്റ് ബീങ് പോസിറ്റീവ് ഇസ് ഗോയിങ് ടു ബി പ്രെറ്റി ഹൈ അല്ല. ഇപ്പോഴേ ഒരു വൈറൽ ന്യൂമോണിയ വിത്ത് ഹൈപ്പോക്സിമിയ ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫീവർ വിത്ത് ഹൈപ്പോക്സിമിയ ആണെങ്കിൽ നേരത്തെ H1N1 എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ COVID-19. ആൻഡ് സ്റ്റിറോയിഡ് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നീഡ് നോട്ട് വെയിറ്റ് ഫോർ ദ RT-PCR റിസൾട്ട്സ്. ആൻഡ് റിഗാർഡിംഗ് ആന്റികോയാഗുലൻസ് നമ്മൾ പ്രൊഫൈലാക്റ്റിക് ഡോസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി എല്ലാ IP പേഷ്യൻസിനും പ്രൊഫൈലാക്റ്റിക് ഡോസ് ആന്റികോയാഗുലന്റ് വേണമെന്നാണ്, ഈ കോവിഡ് ഇല്ലെങ്കിൽ പോലും ആണ് യൂഷ്വൽ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. സ്പെസിഫിക് ഡ്രഗ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുതെന്നേ ഉള്ളൂ. ടോസിലിസിമാബോ അല്ലെങ്കിൽ റെംഡിസിവിറോ ഒന്നും കയറി സ്റ്റാർട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. സ്റ്റിറോയിഡ്സ് ആൻഡ് ആന്റികോയാഗുലൻസ് യു ക്യാൻ സ്റ്റാർട്ട്. Can I use oral steroid in place of inhaler? Budesonide സ്ഥലത്ത് യൂസ് ചെയ്യാമോ? ആക്ച്വലി നമ്മൾ ഈ ഓറൽ സ്റ്റിറോയിഡ്സ് ഇൻഡിക്കേഷൻ ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡ് ആണ്. അതുകൊണ്ട് റിയൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓറൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാവൂ. ബിഡിസോണൈഡിന്റെ സിസ്റ്റമിക് അബ്സോർപ്ഷൻ വളരെ കുറവായതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം ഇതിൽ ഈ പോസ്റ്റ് കോവിഡ് മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി. ഈ പോസ്റ്റ് കോവിഡ് മ്യൂക്കർ മൈക്കോസിസും ഈ പോസ്റ്റ് കോവിഡ് ഈ ആസ്പെർഗിലോസ് തമ്മിലുള്ള വ്യത്യാസം, ഈ കാപ്പ വിൽ occur only in those patients with hypoxemia. പക്ഷേ ഈ പോസ്റ്റ് കോവിഡ് മ്യൂക്കർ മൈക്കോസിസ് വെരി മൈൽഡ് ഡിസീസ് സിവിയറിറ്റി ഉള്ള ആൾക്കാർക്ക് വരെ അത് കണ്ടിട്ടുണ്ട്. ദ റിലേഷൻ വിത്ത് സ്റ്റിറോയിഡ് യൂസ് ഈസ് ദയർ. ഓക്കെ, അതുകൊണ്ട് സ്റ്റിറോയിഡ് അനാവശ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റിറോയിഡ്സ് പൾസ് ചെയ്യാറുണ്ടോ സാറേ? പൾസ് എന്ന് ഉദ്ദേശിച്ച 1 gram വെച്ചാണോ? അതെ, അതാണ് ഉദ്ദേശിച്ചത്. അതെ, നമ്മൾ ആക്ച്വലി മിസൈല് ചെയ്യാറുണ്ട് കേട്ടോ. മിസൈല് ചെയ്യാറുണ്ട്. അല്ലാതെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നമുക്കത് ഗൈഡ് ലൈനിൽ പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ എവിഡൻസ് ഇല്ല അങ്ങനെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ചില പേഷ്യൻസിൽ ദ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആർ സോ എലിവേറ്റഡ്, ലൈക്ക് സേ ഫെറിറ്റിൻ മോർ ദാൻ 2000, ദ CRP ഇപ്പം 100 വരെ 200 റേഞ്ചിലോട്ടൊക്കെ പോവുക, D-dimer is more than 10, അതായത് 10,000 ആ റേഞ്ചൊക്കെ വരുന്ന പേഷ്യൻസിന് ഇപ്പം നമ്മൾ ഒരു കൺവെൻഷണൽ സ്റ്റിറോയിഡ് ഡോസ് ഉണ്ടോ ടോസിലിസിമാബ് ഉണ്ടോ ഒന്നും ബെറ്റർ ആവുന്നില്ലെങ്കിൽ സ്റ്റിറോയിഡ് പൾസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഒരു ഗൈഡ് ലൈനിന്റെ പാർട്ടായിട്ട് പറയാൻ പറ്റില്ല. ആസ് പാർട്ട് ഓഫ് ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിസൈൽ ഇൻഡിക്കേഷൻ ഉണ്ട്, പൾസിങ് MISCയിൽ പൾസിങ്ങിന് ഇൻഡിക്കേഷൻ. സാറേ ഇപ്പം ഡെക്സ ആണോ പ്രിഫർ ചെയ്യുന്നത് അതോ മീതൽപ്രെഡ് ആണോ? എക്സാക്ട്ലി അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ ട്രയൽസ് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ഇപ്പം ഡെക്സാമെഥസോൺ ആണ് റിക്കവറി ട്രയലിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഡെക്സ ഇസ് സുപ്പീരിയർ ടു മീതൽപ്രെഡിനിസോൾ എന്ന് ആക്ച്വലി അർത്ഥമില്ല. സോ ഇറ്റ് ക്യാൻ ബി, കാരണം നമ്മൾ നാഷണൽ ഗൈഡ് ഏത് ഗൈഡ് ലൈൻ എടുത്താലും ഇത് രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ടാണ് പറയുന്നത്. ഡെക്സ ഓർ മീതൽപ്രെഡിനിസോൾ എന്നാണ് പറയുന്നത്, അല്ലാതെ വൺ ഈസ് ബെറ്റർ ദാൻ ദ അതർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ സാർ, താങ്ക് യു. Sir, ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് I have read 30% of variant strains can be RT-PCR negative. Opinion please. എന്ന് വെച്ചാൽ നമ്മുടെ UK-ലൊക്കെ തന്നെ ഇത് കണ്ടുപിടിച്ച തന്നെ STGF എന്ന് പറയുന്നത് ഇസ് ദ സ്പൈക്ക് ജീൻ ഡ്രോപ്പ് ഔട്ട് ഫിനോമിനൻ എന്ന് പറയും. ഓക്കെ, സ്പൈക്ക് ടാർഗറ്റ് ഡ്രോപ്പ് ഔട്ട് ആണ്, അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്. അതായത് അവർ PCR ചെയ്യുമ്പോഴേക്കും S ജീൻ കിട്ടത്തില്ല. അപ്പം ഇത് ഇവിടെ വരാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറയാൻ കാരണം നമ്മളുടെ RT-PCR ഒന്നും സ്പൈക്ക് നോക്കുന്നില്ല. ഇപ്പം ന്യൂക്ലിയോ കാപ്സിഡും Eയും മറ്റേ ORF1 ആണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ സ്പൈക്ക് ജീൻ ഡ്രോപ്പ് ഔട്ട് ഫിനോമിനൻ നമുക്ക് വരത്തില്ല എന്നാണ് മൈക്രോബയോളജിക്കാർ പറയുന്നത്. കാരണം നമ്മളുടെ കിറ്റിൽ സ്പൈക്ക് പ്രോട്ടീൻ നോക്കുന്ന കിറ്റ് ആണെങ്കിൽ S ജീൻ കിട്ടത്തില്ല. S ജീൻ ടാർഗറ്റ് ഫെയിലിയർ എന്ന് പറയും, SGTF. ഈ CT ഇൻഡെക്സ് RT-PCR CT ഇൻഡെക്സും സിവിയറിറ്റിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ പറയുന്നുണ്ടോ? ആക്ച്വലി നമ്മളെ ഈ പ്രോട്ടോകോളിൽ തന്നെ
നമ്മൾ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഈ ഓഗസ്റ്റ് 15 നമ്മളെ കൊറാഡ് സ്കോർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കൊറാഡ് സ്കോർ എന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് എ പേഷ്യന്റ് ഹാവിംഗ് കോവിഡ് ന്യൂമോണിയ മാത്രമാണ്. വെറസ് ദ സിവിയറിറ്റി ഈസ് ഗോച്ച്ഡ് ബേസ്ഡ് ഓൺ ദ CT സിവിയറിറ്റി ഇൻഡെക്സ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് പറയാൻ പറ്റും. ദ CT-SI is less than 8, it is mild pneumonia. It's between 8 and 15, it is moderate pneumonia. It is more than 15, it is actually severe pneumonia എന്ന് പറയാൻ പറ്റും. എന്നാലും ഈ 22 CT സിവിയറിറ്റി ഇൻഡെക്സ് ഉള്ള ഒരാളും 15 CT സിവിയറിറ്റി ഇൻഡെക്സ് ഉള്ള ആളും അത് എവിടെയാണ് ഇൻഫിൽട്രേറ്റ് അനുസരിച്ച് ചിലപ്പോൾ പ്രോഗ്നോസിസ് ഡിഫറെന്റ് ആയിരിക്കും. സർ അതുപോലെ അധികം സിംറ്റംസ് വന്നു, ഫീവർ എല്ലാം മാറിപ്പോയി, എന്നിട്ട് പിന്നെ നമ്മൾ 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ഈ പേഷ്യൻസും സിംറ്റംസ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നമ്മൾ CBC CRP ഒക്കെ വെച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ CBC അതുപോലെ CRPയും പിന്നെ ESRും ഒക്കെ ഹൈ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണോ, അതോ പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും തുടങ്ങാനുള്ള ആന്റികോഗുലൻസ് എന്തെങ്കിലും തുടങ്ങാനുള്ള ഇൻഡിക്കേഷൻ ആയിട്ട് വരുമോ അത്? ആക്ച്വലി ഇത് നമുക്ക് എന്തുവാ ഈ എലിവേറ്റഡ് CRP ഈ ബാഡ് പ്രോഗ്നോസ്റ്റിക് സൈൻ ആണല്ലോ 100ന് മുകളിലാണെങ്കിൽ. പക്ഷെ അവർ ക്ലിനിക്കലി സ്റ്റേബിൾ ആണെങ്കിലേ അസിംപ്റ്റമാറ്റിക് ഫോർ 3 days ആണെങ്കിൽ നമ്മൾ ആക്ച്വലി അവരെ ഹോം കെയറിലോട്ട് വിടാവുന്നതേ ഉള്ളൂ. അല്ല അത് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസിഷൻ എടുക്കത്തില്ല. കാരണം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന 2 കാര്യമല്ലേ ഉള്ളൂ. വെൻ ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ് ആൻഡ് വെൻ ടു സ്റ്റാർട്ട് ആന്റികോഗുലേഷൻ. ദാറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ഓക്സിജൻ സാച്ചുറേഷൻ ഓൺലി. അത് വെച്ചിട്ടാണ്. ഇല്ലാതെ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഈ പെർസിസ്റ്റിംഗ് ഫീവർ. ഇതൊരു 8 ദിവസത്തിൽ കൂടുതൽ ഫീവർ പെർസിസ്റ്റ് ചെയ്യുന്നു, ദ CRP ലെവൽസ് ആർ പ്രിറ്റി ഹൈ, ബട്ട് സാച്ചുറേഷൻ അനങ്ങാതെ നിൽക്കുന്നു. അതും മേ ബി ടേക്കൻ ആസ് എൻ എക്സ്റ്റൻഡ് ഇൻഡിക്കേഷൻ ഫോർ സ്റ്റിറോയിഡ്സ്. നമുക്ക് ഗൈഡ് ലൈൻ ഒന്നും പറയാറില്ല എങ്കിലും അങ്ങനെ കാണുമ്പോഴും സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ മാത്രമേ കുറയാറുള്ളൂ. അപ്പൊ അതിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യും ഈ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി സ്റ്റേജിന്റെ ഫീവർ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഇത്രേ ഉള്ളൂ. D-dimer വാല്യൂ വെച്ച് മാത്രം ആന്റികോഗുലേഷൻ ചെയ്യാറില്ല. ഹൈപ്പോക്സിയ പ്ലസ് D-dimer വാല്യൂ ആണ്. അതിന്റെ എക്സെപ്ഷൻ പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസി ഒരു പ്രോകാഗുലൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് we would like to give prophylactic dose anticoagulation. സർ 2 ചോദ്യങ്ങൾ വന്നേക്കുന്നത്. ഈസ് favipiravir enough if remdesivir or tocilizumab is not available? ആക്ച്വലി നമ്മൾ ഇപ്പം റെംഡെസിവിർ അവൈലബിൾ അല്ലാത്തപ്പോൾ ഫാവിപിറാവിർ ആണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഈ റെംഡെസിവിറും ടോസിലിസ്മാബിന്റെ ഇൻഡിക്കേഷൻ സെയിം അല്ല. ടോസിലിസ്മാബിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല ഫാവിപിറാവിർ. ഓക്കെ, റെംഡെസിവിറിന്റെ ഓൾട്ടർനേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം മെക്കാനിസം ആക്ഷൻ ആണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. റെംഡെസിവിറും മാജിക് ബുള്ളറ്റ് അല്ല. റെംഡെസിവിറിന് മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഉള്ള ഡ്രഗ് അല്ല. അത് ICU കെയർ 3 days കുറയ്ക്കുന്ന ഒരു ഡ്രഗ് മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഇപ്പൊ റെംഡെസിവിറിന് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് റെംഡെസിവിർ കിട്ടാത്ത സാഹചര്യത്തിൽ ആന്റിവൈറൽ വേണമെങ്കിൽ ഫാവിപിറാവിർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ടോസിലിസ്മാബിന്റെ റീപ്ലേസ്മെന്റ് അല്ല റെംഡെസിവിറും ഫാവിപിറാവിർ. Without exertional hypoxia, can you start steroid based on HRCT alone? അതിൽ നമ്മൾ അൽഗോരിതം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ you need to take the opinion of an physician or a pulmonologist if you want to start steroids. Usually ഈ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പേസിറ്റീസ് ഉണ്ടെങ്കിൽ എക്സർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീസാച്ചുറേറ്റ് ചെയ്യും. ചിലപ്പോൾ 6 minute വാക്ക് ടെസ്റ്റ് ഉണ്ട്, ഇന്ന് പറ്റത്തില്ലായിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. Either you start today or you'll wait for exertional desaturation and start. I will say that wait for exertional desaturation and start. അതിലൊരു കറക്റ്റ് സമയത്തെ സ്റ്റാർട്ട് ചെയ്യാവും. അല്ല വൈറൽ റെപ്ലിക്കേഷന്റെ സമയത്ത് വരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയി. What can be the treatment plan for a post-COVID patient who is oxygen dependent while on routine investigations are normal with CRP negative? Oxygen dependent patient ആണല്ലേ? CRP നമുക്കത് ട്രീറ്റ്മെന്റ് പ്ലാൻ വളരെ ക്ലിയർ ആണ്. അതായത് അല്ല, ഓക്സിജൻ ഡിപെൻഡന്റ് പേഷ്യന്റ് ആണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ പൾമോളജി ഒപ്റ്റിമൈസേഷൻ ആണ്, പൾമണറി റീഹാബിലിറ്റേഷൻ, ഓൾ ദോസ് തിങ്സ് ആണ് വേണ്ടി വരിക. അപ്പൊ നമുക്ക് അങ്ങനെ പേഷ്യന്റ് എല്ലാം തന്നെ ഈ പൾമോളജിയുടെ അടിയിലോട്ട് ഫോളോ അപ്പിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ചില പേഷ്യൻസിന് ഹോം ഓക്സിജൻ തെറാപ്പി ഒക്കെ വേണ്ടി വരും. അലോങ് വിത്ത് ദാറ്റ് പൾമണറി റീഹാബിലിറ്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. What to do in a patient who maintains 94% above saturation at room air but having very bad chest X-ray with extensive bilateral consolidation? ഈ ഒരു പേഷ്യന്റ് എന്തായാലും എക്സർഷണൽ ഡിസാച്ചുറേഷൻ കാണുമല്ലോ, സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ് ആൻഡ് ആന്റികോഗുലേഷൻ. ഈ എക്സർഷണൽ ഡിസാച്ചുറേഷൻ ഇമ്പോർട്ടൻസ് ഇതാണ്. ഈ ഇങ്ങനെ റെസ്റ്റിംഗിൽ കുഴപ്പമില്ലാതെ ഒരു കോമ്പൻസേറ്റഡ് സിസ്റ്റം ഒക്കെ തന്നെ ചെറിയൊരു എക്സർഷൻ വരുമ്പോഴേക്കും ഡിസാച്ചുറേറ്റ് ചെയ്യും. We can take it as an indication for steroids.
Should we start antifibrotics at any time for persisting desaturation? ആന്റിഫൈബ്രോട്ടിക്കിന് ആക്ച്വലി നമ്മൾ പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിൽ അത് പറയുന്നുണ്ട്. അതായത് ഈ നമ്മളെ ഒരു once you are having this interstitial thickening, in 3 ways it can occur. The majority of the patients interstitial thickening തനിയെ അങ്ങ് മാറും. പക്ഷേ there is one group oxygen dependent where and patient is not improving. CT is actually showing a progression of fibrosis. ഇങ്ങനെയുള്ള പേഷ്യന്റിന് nintedanib and pirfenidone may help, പക്ഷേ it is not supported by any RCT evidence. It might help. അതായത് ഒറ്റ കാറ്റഗറിക്ക് മാത്രം. Hypoxia is persisting and CT is showing progressive changes. In those patients along with steroids, these drugs might help. പക്ഷേ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെങ്കിൽ 3 മാസത്തോളം വേണ്ടി വരും. So what we do is we don't start pirfenidone or nintedanib. ഇങ്ങനെ ഒരു കാറ്റഗറി ഐഡന്റിഫൈ ചെയ്ത് പൾമണോളജിസ്റ്റിന് കൊടുക്കുകയും they will optimize the treatment whether to start pirfenidone or nintedanib. എന്ത് സ്റ്റാർട്ട് ചെയ്താലും ഒരു 3 മാസമെങ്കിലും എടുക്കും ഒരു ചേഞ്ച് വരാൻ വേണ്ടി. അല്ലാതെ പെട്ടെന്ന് കൊടുത്താൽ ഫൈബ്രോസിസ് മാറ്റുന്ന ഡ്രഗ് അല്ല ഈ രണ്ടും. Sir, N-acetylcysteine has any role in COVID-19 pneumonia എന്നാണ് ചോദ്യം. ആക്ച്വലി ഇല്ലാന്ന് പറയേണ്ടി വരും. ഇറ്റ്സ് നോട്ട് സപ്പോർട്ട് ബൈ എനി ട്രയൽസ്. ബട്ട് ഇത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് പലരും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മ്യൂക്കോലൈറ്റിക് ആയിട്ടും പലരും യൂസ് ചെയ്യാറുണ്ട്. COVID positive asymptomatic patient delivered normally, how long to give low molecular weight heparin? അതാണ് ക്വസ്റ്റ്യൻ. ടിൽ ഡിസ്ചാർജ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാറില്ല. മറ്റേ കഴിഞ്ഞ സ്ഥിരമായി നമ്മൾ എല്ലാ പരിശീലനത്തിലും ആൻസർ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഈസ് ദർ എനി റോൾ ഓഫ് ഡോക്സിസൈക്ലിൻ അസിത്രോമൈസിനും ചേർത്തങ്ങ് പറഞ്ഞു. ഡോക്സിസൈക്ലിൻ അസിത്രോമൈസിനും ഒന്നും തന്നെ ഒരു വൈറൽ ന്യൂമോണിയക്ക് റോളൊന്നും ഇല്ല. പിന്നെ ഈ ആന്റിബയോട്ടിക്സ് കാൺ പ്രിവെന്റ് സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ. സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ ആക്ച്വലി സെറ്റ് ഇൻ ചെയ്യുന്നത് സെക്കൻഡ് വീക്കിനൊക്കെ ശേഷമായിരിക്കും. കമ്പയർ ടു ഇൻഫ്ലുവൻസ ദ റിസ്ക് ഓഫ് ന്യൂമോണിയ ഇസ് ലെസ് ഇൻ COVID-19. അപ്പോൾ സെക്കൻഡറി ന്യൂമോണിയ സസ്പെക്ട് ചെയ്താൽ മാത്രമേ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അസ്ട്രോമൈസിനോ അല്ലെങ്കിൽ ഡോക്സൈക്ലിനോ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരേ വൈറൽ ന്യൂമോണിയ. ഫ്ലൂഓക്സമിനും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂഓക്സമിനും നൈട്രിക് ഓക്സൈഡും ഒക്കെ തന്നെ ട്രയൽസിൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റഡീസ് അല്ല. അതുകൊണ്ട് ഒരു പ്രോട്ടോകോളിന്റെ പാർട്ടായിട്ടും ഫ്ലൂഓക്സമിനും നൈട്രിക് ഓക്സൈഡും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ക്ലോസപ്പിനുണ്ട്, പല ഡ്രഗ്സ് ഉണ്ട്, ഫെമോറ്റിഡിൻ എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു പ്രൂവൻ ആയിട്ട് വന്നിട്ടില്ല. ഇനിയുണ്ടോ സംശയം? ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഹൗ മച്ച് ആസ് ഇക്വലന്റ് ഡോസ്? അത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇക്വലന്റ് ഡോസ് ഓഫ് ഡെക്സാമെത്തസോൺ ടു 6 ന് 32